വൈകുന്നേരങ്ങളിൽ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എനിക്ക് എന്തെങ്കിലും വാങ്ങിയോ എന്ന് ചോദിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുൻപിൽ ഒരു മിഠായി എടുത്തു കൊടുക്കാൻ പോലും കഴിയാറില്ല എന്ന് പറഞ്ഞ പല അധ്യാപക സുഹൃത്തുക്കളും എനിക്കുണ്ട്. ആ ടീച്ചർ എന്നോട് പറഞ്ഞത്, എല്ലാ ദിവസവും ഞാൻ രാവിലെ പോകുന്നു, ഞാൻ വളരെ ഒരു ഓപ്പണായിട്ട് തന്നെ പറയുകയാണ്, എൻ്റെ അമ്മായിയമ്മ എല്ലാവരോടും പറഞ്ഞു അവർ വേറെന്തോ പണിക്ക് പോകുന്നതാണ് എന്നുള്ള വാചകം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു. എനിക്കത് വളരെ ഇൻസൾട്ടായി. കാരണം നമ്മൾ വളരെ പവിത്രമായൊരു പ്രൊഫഷനിൽ ഏർപ്പെട്ട് കുട്ടികൾക്ക് 4 അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുവാനാണ് പോകുന്നത്. അതിനെ എൻ്റെ അമ്മായിമ്മ മോശമായ വാക്കുകൾ ഉപയോഗിച്ചു. എനിക്ക് പിന്തുണ തരും എന്ന് വിചാരിച്ച എൻ്റെ ഹസ്ബൻഡ് പോലും നിനക്ക് ഇതുവരെ ഒന്നും ആകാറായില്ലേ, നീ എന്തിനാ പോകുന്നേ എന്ന് പറഞ്ഞ് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തു എന്നാണ് ആ ടീച്ചർ എന്നോട് പറഞ്ഞത്. കഴിഞ്ഞ ഓണത്തിന് എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞനിയൻ ഡിഫറൻ്റ്ലി ഏബിൾഡാണ്. അപ്പം അവനൊരു ഷർട്ട് ഓണക്കോടി മേടിച്ചു കൊടുക്കുവാൻ മൂത്ത ചേട്ടന എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇതുവരെ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെക്കുറിച്ചല്ല, ഇതെങ്ങനെ നീട്ടിക്കൊണ്ടു പോകാം എന്ന് ആണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ ബംഗാളിയുടെ കൂടെ വണ്ടി കഴുകാനായിട്ട് പോയിട്ടുണ്ട്. അത് ഒരു പ്രോബ്ലമായിട്ടല്ല, അത് ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്, നമ്മൾ ചെയ്യും. പക്ഷേ നമ്മുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിന് ആളുകൾക്ക് കൊടുക്കുന്ന അഷുറൻസ് എന്ന് പറയുന്നത് പ്രകടന പത്രികയിൽ UDF-മായി ബന്ധപ്പെട്ട് അതിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റി ഞാനും ഉണ്ട്. അതിൽ തീർച്ചയായിട്ടും ഈ വിഷയം നമ്മൾ ഉൾപ്പെടുത്തും. പലപ്പോഴും ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട്, ഇട്ടെറിഞ്ഞ് പോകാൻ തോന്നുന്ന നിമിഷങ്ങൾ തോന്നുന്നുണ്ട്. വാസ്തവത്തിൽ വൈകി വരുന്ന നീതിയും അനീതിയാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഇത് കൊച്ചുകുട്ടിക്കാണ് അറിയാത്തത്. നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടല്ല ഇപ്പോൾ പരിഹാരം ഉണ്ടാകാത്തത്, നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ടല്ല. നമ്മൾ ആർക്കും, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തട്ടിക്കളിക്കാനുള്ള ഒരു വസ്തുവാകരുത്. ഏകപക്ഷീയമായി സർക്കാർ മാത്രം തീരുമാനമെടുക്കേണ്ട കാര്യത്തിൽ നമ്മൾ എന്ത് കാര്യത്തിനാണ് ചർച്ചയ്ക്ക് പോകുന്നത്? എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ഒരു ദിവസം രാത്രി 10:30 മണിക്ക് ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു തട്ടുകടയിൽ ദോശ കഴിക്കാനായിട്ട് രാത്രി ഫുഡ് കഴിക്കാനായി കയറിയപ്പോൾ അവിടെ പൊറോട്ട അടിക്കുന്നു. അപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്കറിയാം അവൻ അവിടെ അടിക്കുന്നുണ്ട് എന്നെനിക്കറിയാൻ. കാരണം അവന് ഇതുവരെയും പാസ്സായിട്ടില്ല, വേറെ വഴിയില്ല. അപ്പോൾ ഞാൻ സാറേ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പെയിൻറ്റ് പണിക്ക് പോവാണ് സാറേ എന്ന് പറഞ്ഞു. സാറേ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അനുഭവം ഉണ്ടായി. കാരണം ഞാൻ പെയിൻറ്റ് പണിക്ക് പോയി രാത്രിയിലാണ് പോകുന്നത്. കാരണം പകൽ പഠിപ്പിക്കാൻ പോകണം, രാത്രിയിലും ഒക്കെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ദിവസം ഒരു വീട്ടിൽ പെയിൻറ്റ് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നേരെ ജനലോടെ നോക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞ്. അപ്പോൾ എനിക്ക് അവിടെ തന്നെ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടാനാണ് തോന്നിയത് എന്ന് അധ്യാപകൻ പറഞ്ഞു. സീറ്റുകൾ, ഭിന്നശേഷി സീറ്റുകളുടെ എണ്ണം വെളിപ്പെടുത്താതെ ഇരിക്കുന്നു എന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ വെളിപ്പെടുത്താതിരിക്കുന്ന വിദ്യാലയങ്ങളുടെ പേര് വെളിപ്പെടുത്ത്. ഒരു പിച്ചക്കാരൻ അയാൾ ഇങ്ങനെ ഭിക്ഷ യാചിക്കുന്നുണ്ട്. അപ്പോൾ ഭിക്ഷ 1 രൂപ 2 രൂപ തൊട്ടൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തൊട്ടിട്ട് പോയവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വന്നു, ഞാനാണെങ്കിൽ അധ്വാനിച്ച പൈസ കിട്ടാൻ വേണ്ടിയാണ് ഓഫീസിൽ കയറി ഇറങ്ങിയത്. എനിക്ക് കിട്ടിയില്ല, എൻ്റെ 5 പൈസയില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ അവൻ്റെ ചിലവിലാണ് ഞാൻ വരുന്നത്. എന്നോട് ചോദിച്ചു വല്ലതും തരാമോ? ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. എന്നെ ശപിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല എന്ന് ഞങ്ങൾക്കറിയാം, മനസ്സില്ലാഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യാത്തത്. നമസ്കാരം. ഞങ്ങൾക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ഷെക്കീന ന്യൂസിൻ്റെ പ്രത്യേക ജനകീയ ചർച്ചാ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്ത് ഏത് രാജ്യത്തായിക്കോട്ടെ, ഏത് പ്രദേശത്തായിക്കോട്ടെ, ഏത് സംസ്കാരത്തായിക്കോട്ടെ, അവിടെയൊക്കെ അധ്യാപകർക്ക് അല്ലെങ്കിൽ വിദ്യ നൽകുന്ന അധ്യാപകർക്ക് വളരെ വലിയ രീതിയിലുള്ളൊരു മാന്യതയുണ്ട്, ആദരവുണ്ട്. ആ ജോലിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ശ്രേഷ്ഠതയുണ്ട്. എന്നാൽ കേരളത്തിൽ മാത്രം നാം കണ്ടുവരുന്ന, ഈ കുറച്ച് നാളുകളായി നാം കണ്ടുവരുന്ന ഒരു പ്രത്യേക പ്രവണതയുണ്ട്. വിദ്യ നൽകിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വിദ്യ നൽകുന്നതിൻ്റെ പേരിൽ ദൈനംദിന ജീവിതത്തിനായി അല്ലെങ്കിൽ ജീവിക്കുവാനായി കണ്ണീരോടുകൂടി കഷ്ടപ്പെടേണ്ട അല്ലെങ്കിൽ കണ്ണീരൊഴുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, ഒരു ദുർഗതിയിലേക്ക് ഇന്നത്തെ കേരളത്തിലെ ഒരു കൂട്ടം അധ്യാപകർ മാറുകയാണ്. ഭിന്നശേഷി സംവരണം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുവാനായി അന്നത്തെ അപ്പത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ട, മറ്റ് പണികൾ എടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് അധ്യാപകർ മാറുകയാണ്. ഭിന്നശേഷി സംവരണം, അതിൻ്റെ പേരിൽ നിയമനം അത് മരവിപ്പിക്കുന്നു, ആ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തടഞ്ഞു വയ്ക്കുന്നു. അങ്ങനെ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന അധ്യാപകരെ കണ്ണീരിൽ ആഴ്ത്തുകയാണ് ഇവിടുത്തെ ഭരണകൂടം. എന്നാൽ നീതി തേടി സർക്കാരിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്നാൽ താൻ കേസുകൊട് എന്ന ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഒരു മനോഭാവമാണ് ഇവിടുത്തെ ഭരണകൂടം പുലർത്തുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വാർത്ത വന്നിരുന്നു,
കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നു സർക്കാർ എന്നൊക്കെ ഓർക്കുക. ഈ ചില കാര്യങ്ങളിലൊക്കെ മാത്രമാണ് സർക്കാരിന് വ്യക്തത ആവശ്യമുള്ളത്. മറ്റ് ചില വിധികളിലൊന്നും ഇത്തരത്തിലുള്ള വ്യക്തതയൊന്നും സർക്കാരിന് ആവശ്യമില്ല എന്നതാണ് മറ്റൊരു വിരോധാഭാസം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ വിഷയത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും ഒരു കോണിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഈ നാടിനെ പടുത്തുയർത്തുന്ന, ഈ രാജ്യത്തെ പടുത്തുയർത്തുന്ന, ഈ രാജ്യത്തിൻ്റെ ഭാവി തലമുറയെ പടുത്തുയർത്തുന്ന അധ്യാപകർക്ക്, പ്രത്യേകിച്ച് കണ്ണീരോടുകൂടി തങ്ങളുടെ അധ്യാപക ജോലി നിർവഹിക്കേണ്ടി വരുന്ന ഈ പാവപ്പെട്ട അധ്യാപകർക്ക് ചിലതൊക്കെ പറയാനുണ്ട് ഈ നാടിനോട്, ഈ ഭരണകൂടത്തോട്, ഈ സമൂഹത്തോട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് വേദിയിൽ നമ്മോടൊപ്പമുള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ റോയ് കണ്ണഞ്ചിറ CMA, ഒപ്പം തന്നെ കടുത്തുരുത്തി MLA മോൻസ് ജോസഫ്, ഒപ്പം കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടോം സാർ. 3 പേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഒപ്പം തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ പ്രതിസന്ധിയിലൂടെ, കണ്ണീരിലൂടെ കടന്നു പോകുന്ന അധ്യാപകരും നമ്മോടൊപ്പമുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ കൂടി തന്നെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആദ്യമേ തന്നെ ശ്രീ മോൻസ് ജോസഫ് MLA വരികയാണ്. സാർ, ആദ്യമേ അങ്ങേ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അങ്ങ് അവതരിപ്പിക്കുകയുണ്ടായി. ഏത് സാഹചര്യത്തിലായിരുന്നു വളരെ ആർജവത്തോടു കൂടി തന്നെ ഈ ഒരു വിഷയം അങ്ങേക്ക് അവതരിപ്പിക്കുവാൻ, നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ തോന്നിയത്? മാത്രമല്ല, ആ ഒരു അവസരത്തിൽ നിയമസഭയിൽ ഉണ്ടായ പ്രതികരണങ്ങളൊക്കെ വലിയ രീതിയിൽ വിവാദമായിരുന്നു, പ്രത്യേകിച്ച് സ്പീക്കറിൻ്റെ ഭാഗത്തുനിന്ന്. ആ വിഷയത്തെക്കുറിച്ച് അങ്ങേക്ക് ഇപ്പോൾ പ്രതികരിക്കാം. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രതിസന്ധിയുള്ള, പ്രയാസങ്ങളുള്ള വിഷയങ്ങൾ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പൊതുവായി MLA-മാർ എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പ്രത്യേകിച്ചും പ്രതിപക്ഷത്ത് നിൽക്കുന്ന MLA-മാർക്ക് അക്കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ഭരണമുന്നണിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ കൊണ്ടുവരാനും, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ സമയോചിതമായി നടപ്പാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുവാനും പ്രതിപക്ഷ രംഗത്ത് നിൽക്കുന്ന MLA-മാർ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ ജനാധിപത്യ നിയമസഭാ നടപടിക്രമങ്ങളിൽ എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. അസംബ്ലി മണ്ഡലത്തിൻ്റെ കാര്യങ്ങളും മണ്ഡലത്തിലെ ജനങ്ങളുടെ വിഷയങ്ങളും ആണ് ഒന്നാമത്തെ പ്രയോറിറ്റി. നമ്മൾ അതിനുവേണ്ടി ഒരുപാട് സമയം നമുക്ക് ലഭ്യമാകുന്ന പരമാവധി സമയം നമ്മൾ ചെലവഴിക്കാറുണ്ട്. എന്നാൽ പൊതുപ്രശ്നങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ചും വിവാദപരമായ അല്ലെങ്കിൽ ഒരു ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ നിൽക്കുന്ന വിഷയങ്ങൾ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, നിയമസഭയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്ന നിലയിലാണ് ഞാൻ ഈ പ്രശ്നത്തെ സഭയിൽ കൊണ്ടുവരാനിടയായത്. തന്നെയുമല്ല, സമീപ ദിവസങ്ങളിലൊക്കെ ഞാൻ അഭിമന്യ സഭാപിതാക്കന്മാർ, കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ഒരു 2 ദിവസത്തെ ദീപികയിൽ ലേഖനം ഉണ്ടായിരുന്നു. ആ ലേഖനത്തിൽ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ വിഷയമെന്ന നിലയിലില്ല, ഈ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരുടെ സംവരണം, നിയമന അംഗീകാരം നടപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധങ്ങളായ പ്രതികരണങ്ങൾ വരികയുണ്ടായി. ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് നടത്തിയ മാർച്ച്, അപ്പം അഭിമന്യ തോമസ് നെറ്റോ പിതാവ് തിരുവനന്തപുരം ലാറ്റിൻ രൂപതയുടെ ആർച്ച് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു, സർക്കാർ കണ്ണു തുറക്കണം, ഈ വിഷയത്തിൽ ജനപ്രതികൾ ഇടപെടണം, ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ്, സർക്കാരിനെതിരെയുള്ള സമരമല്ല, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇതിന് വളരെ പ്രസക്തമായ ചില നിരീക്ഷണങ്ങളും ചില വാക്കുകളും ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതികൾ അത് കേൾക്കുവാനും അല്ലെങ്കിൽ അത് അനുസരിച്ച് പെരുമാറുവാനും ബാധ്യസ്ഥരാണ് എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഞാൻ നോട്ടീസ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറ്, അദ്ദേഹം അത് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിൽ പ്രയോറിറ്റിയിൽ നോട്ടീസ് കൊടുക്കണം. കാരണം 8-9 ദിവസം നിയമസഭയുള്ളൂ. തന്നെയുമല്ല, വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ സഭയിൽ ചർച്ചയ്ക്ക് വരുന്നതുകൊണ്ട് സഭാ നടപടികൾ എപ്പോഴും പ്രതിപക്ഷത്തിന് അത് ഇടപെടലുകളിലൂടെ സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ സഭ കഴിയാത്ത ദിവസങ്ങളാണ് വരും ദിവസങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിയുണ്ടായി. അതുകൊണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ നോട്ടീസ് കൊടുക്കണമെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനുമായി സംസാരിച്ചു. ഞാൻ അതനുസരിച്ചാണ് നോട്ടീസ് കൊടുക്കുന്നത്. ബഹുമാനയുടെ സ്പീക്കർ അത് പെർമിറ്റ് ചെയ്യുകയും ചെയ്തു. നമുക്ക് പ്രതിപക്ഷത്തിനും ഭരണമുന്നണിക്കും ഒരു ദിവസം 2 ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമാണ്. ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ V ശിവൻകുട്ടി, അദ്ദേഹവും ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളായി നിൽക്കുന്നവരുമാണ്. ഞാനന്ന് രാവിലെ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഈ വിഷയം ശ്രദ്ധയപ്പെട്ടപ്പോൾ എന്നോട് രാവിലെ 6 മണിക്ക് എന്നെ വിളിച്ചു. ഞാനപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഇത് നമുക്ക് ജനുവിനായി നടക്കേണ്ട ഒരു കാര്യം എന്ന നിലയിൽ ആണ് ഇത് ഉന്നയിക്കുന്നത്, അല്ല സർക്കാരിനെതിരെയുള്ള ഒരു പ്രശ്നമായിട്ടല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് കുഴപ്പമില്ലാത്ത വിധത്തിൽ നമുക്കത് എന്താ സാധ്യമായ കാര്യങ്ങൾ ആലോചിക്കാം എന്ന് പറയുകയും ചെയ്തതാണ്. പക്ഷേ സഭയിൽ ഇത് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഭരണമുന്നണി എടുത്ത ഒരു നിലപാട് എനിക്ക് തോന്നുന്നു ഒരു നിഷേധാത്മക നിലപാടിൻ്റെ സ്വരമാണ് പെട്ടെന്ന് വരികയാണ്. മന്ത്രിമാർ തന്നെ, ശിവൻകുട്ടി, ഞാനിത് ഉന്നയിക്കുമ്പോൾ തന്നെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വരുന്നു. ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞപ്പോൾ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഒന്ന്, ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ പോലെ തന്നെയാണ് എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ. ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കേരളത്തിൽ അധ്യാപകർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ശ്രേഷ്ഠത എന്ന കാര്യം പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ കേരളം ആ കാര്യത്തിൽ മുൻപന്തിയിലാണ്. 2, അധ്യാപകർ ചെയ്യുന്ന സേവനം.
അപ്പോൾ അധ്യാപകർ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കൊടുക്കുന്ന നീതിപൂർവമായ പരിഗണന എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്കും കൊടുക്കാൻ ഗവൺമെൻറ്റിന് കടമയുണ്ട്. ഇതാണ് നമ്മൾ ഉന്നയിച്ച ഒരു കാര്യം. അപ്പോഴാണ് ജാതി പറയുവാണോ എന്ന നിലയിലേക്കാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ജാതിയായിട്ട് ഇതിന് ബന്ധമില്ല. ജാതി എങ്ങനെ, ജാതി ഇതുമായിട്ട് എന്താ ബന്ധമിരിക്കുന്നത്? ജാതി അല്ല, ഇത് തികച്ചും ഈ കേരളത്തിലെ പൗരന്മാരുടെ ന്യായമായ ഒരു ആവശ്യമാണ്, ഒരു നടക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചു. രണ്ട്, അതിനുശേഷം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, NSS മാനേജ്മെൻറ്റിന് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ വിധി, അല്ലെങ്കിൽ NSS മാനേജ്മെൻറ്റിന് അതേ തുടർന്ന് ഗവൺമെൻറ് കൊടുത്ത കാര്യം ഞാൻ അതിന് സ്വാഗതം ചെയ്തു. കാരണം സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് ഗവൺമെൻറ് NSSൻ്റെ കീഴിൽ വരുന്ന സ്കൂളുകൾക്ക് കൊടുക്കാനിത് നിയമന അംഗീകാരം കൊടുക്കാനെടുത്തത് സർക്കാർ എടുത്ത നല്ല തീരുമാനമാണ്. സമാന സ്വഭാവമുള്ള മറ്റു വിദ്യാലയങ്ങൾക്കും ഇത് നടപ്പാക്കാം എന്ന ഭാഗം നമ്മൾ കോട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അതേ രീതിയിൽ ഇത് ചെയ്യാൻ ഗവൺമെൻറ് അതിനുവേണ്ടി മുന്നോട്ട് വരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം അത് ആദ്യം അതൊരു ജാതിപരമായിട്ടുള്ള നിലയിലേക്കാണോ എന്ന സംശയം വീണ്ടും ഉന്നയിക്കാൻ ശ്രമിച്ചു. അതങ്ങനെയല്ല എന്ന നിലയിലേക്ക് ഞാൻ ശക്തമായി ചൂണ്ടിക്കാണിച്ചു. ഞാൻ അതിലൊരു കാര്യം കൂടെ അപ്പോൾ പോയിൻ്റ് ഔട്ട് ചെയ്തു. ഇത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന വിദ്യാലയങ്ങളാണ് എന്ന് മന്ത്രി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ കൂടുതൽ വിദ്യാലയങ്ങൾ വന്നതിൻ്റെ കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലയിലേക്ക് വന്നുകൊണ്ട് കൂടുതൽ സ്കൂളുകളുണ്ടാകും. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അധ്യാപകർ എൻ്റെ അടുത്ത് വന്നിരുന്നു. സിംഗിൾ മാനേജ്മെൻറ്റുകളുടെ നിരവധി മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട നിരവധി സ്കൂളുകൾ ഞാനിത് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഇത് ജാതിക്ക് അതീതമാണ്, ഇത് കേരളത്തിൻ്റെ ഒരു പൊതു പ്രശ്നമാണ്, ആ നിലയിൽ ഇതിനെ കാണണം എന്ന് പറഞ്ഞാണ് ഉന്നയിച്ചത്. മിനിസ്റ്റർ മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം അത് ഒരു ഉടക്ക് ലൈനിൽ സംസാരിച്ചു. മറ്റു മന്ത്രിമാർ പലരും അതിനെ കൈകൂട്ടി പ്രോത്സാഹിപ്പിച്ചു. പരിഹസിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ ഇടയ്ക്ക് വരാൻ തയ്യാറായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്തു. അപ്പോൾ പറയിപ്പിക്കാൻ ശ്രമിക്കാത്ത വിധത്തിൽ സ്പീക്കർ സഭാപിതാക്കന്മാരെ ഞാൻ കോട്ട് ചെയ്തു. അപ്പോൾ ഉടനെ പറഞ്ഞു ബിഷപ്പുമാർ പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് മന്ത്രിയെ വന്ന് നേരിട്ട് കാണാൻ പറയാം. ഞാൻ പറഞ്ഞു ഇത് കേരളത്തിലെ ബിഷപ്പുമാരാണെങ്കിൽ അവർ സമുദായ ആചാര്യന്മാരാണെങ്കിൽ അവർ ഉന്നയിക്കുന്ന ന്യായമായ കാര്യമാണ് സഭയിൽ പറഞ്ഞിരിക്കും. ഉച്ചകഴിഞ്ഞ് എനിക്ക് പ്രസംഗം ഉണ്ടാകും, ഞാൻ അവിടെ ഇത് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയും എന്ന് പറയുകയും ഉച്ചകഴിഞ്ഞുള്ള എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറയാം അവിടെ അങ്ങനെ എടുത്തൊരു നിലപാട് തന്നെ പിന്നീട്. പക്ഷേ മന്ത്രി ആദ്യം വളരെ ശക്തമായ ഒരു എതിർപ്പിൻ്റെ സ്വരമാണ് പ്രകടിപ്പിച്ചതെങ്കിൽ ബഹളം മൂത്തു, ശക്തമായി ഞങ്ങളും റിയാക്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞു നമുക്കിത് പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കും. ഒരു രമ്യതയിലേക്ക് അദ്ദേഹം വന്നു, പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ പരിഹരിക്കണം. അതുകൊണ്ട് പിന്നൊരു തടസ്സവാദം പറഞ്ഞത് അഡ്വക്കേറ്റ് ജനറൽ ഈ വിഷയത്തിൽ ഒപ്പീനിയൻ തന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഒപ്പീനിയൻ ഇത് നടപ്പാക്കുന്നതിന് ഗുണകരമായിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് അഡ്വക്കേറ്റ് ജനറലിനോട് വീണ്ടും റീ ഒപ്പീനിയൻ ചോദിക്കുക, വീണ്ടും ഇന്നത്തെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ അത് വീണ്ടും ചോദിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നിർത്തുമായിരുന്നു. അങ്ങനെയാണ് നിയമസഭയിൽ ഞങ്ങളുടെ ഭാഗം അവസാനിക്കുന്നത്. പിന്നീട് ഇക്കാര്യത്തിൽ വിവിധങ്ങളായ ഇടപെടലുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ ഭിന്നശേഷി അധ്യാപകരുടെ സംവരണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് ഇത് നടപ്പാക്കാതെ ഇവിടെ മാനേജ്മെൻറ്റുകൾ ഇട്ടിരിക്കുകയാണ് എന്ന നിലയിൽ പറഞ്ഞു. അതിനെ ശക്തമായി നമ്മൾ ഖണ്ഡിച്ചു. ഭിന്നശേഷി അധ്യാപകരുടെ തലത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് നിശ്ചയിക്കപ്പെട്ട സീറ്റ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് 4% ആ മാനദണ്ഡം പാലിക്കാൻ തയ്യാറാണ് എന്ന് കേരളത്തിലെ എല്ലാ എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതിൻ്റെ വിധിയെ നമുക്ക് മാറ്റാനും കഴിയില്ല. അപ്പോൾ അത് പാലിച്ചേ പറ്റൂ. അത് പക്ഷേ അതിനൊരു കണ്ടീഷൻ ഞാൻ പറയാം, അങ്ങനെ അത്രയും അതാണല്ലോ NSSലും ചെയ്തത്. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൻ്റെ കാര്യത്തിൽ ലിസ്റ്റ് പൂർത്തീകരിക്കാൻ പറ്റാത്ത സർക്കാരിൻ്റെ കുഴപ്പമാണ്. കാരണം തൊഴിൽ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഭിന്നശേഷി അധ്യാപക നിയമനം നടത്താൻ പറ്റുള്ളൂ. ക്വാളിഫൈഡ് ആയിട്ടുള്ള നിരവധി ആളുകൾ അവിടെ ഉണ്ട്. അത് കണ്ടെത്തി അത് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റാണ് തയ്യാറാകേണ്ടത്. തയ്യാറാകാത്തതിൻ്റെ പേരിൽ മറ്റ് മാനേജ്മെൻറ്റുകളെ കുറ്റം പറയരുത്. അത് മാറ്റി വെച്ചിട്ട് ബാക്കി എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ നിയമനം നടത്തണം എന്ന് പറഞ്ഞാണ് നിലപാട് നമ്മളെടുത്തത്. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു. ഞാൻ ബഹുമാനപ്പെട്ട ജോബി അച്ഛനിലേക്ക് ഒന്ന് വരികയാണ്. അച്ഛാ, നമുക്ക് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു വാശി എന്ന് പറയുന്നത് ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒഴിവുകൾ നികത്തിയതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ളവരുടെ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുകയുള്ളൂ. നമുക്കറിയാം ഭിന്നശേഷി അവർ തീർച്ചയായിട്ടും സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് വരണം, ഒരു മാനുഷിക പരിഗണന തീർച്ചയായിട്ടും അവർ അർഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്ത് നമുക്കറിയാം എന്താ പറയുക, ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അനേകം 10,000-കണക്കിന് അധ്യാപകരുണ്ട്. അവർക്കും ഒരു മാനുഷിക പരിഗണന വേണ്ടതല്ലേ? ഇത് ശരിക്കും ഒരു വാശിയാണോ, ദുർവാശിയാണോ, പിടിവാശിയാണോ, എന്ത് തോന്നുന്നു? അധ്യാപകരുടെ പ്രശ്നം എനിക്ക് തോന്നുന്നത് നമ്മൾ സത്യത്തിൽ ഇടപെടാൻ ഇച്ചിരി വൈകിയോ എന്നൊരു ചിന്തയും ഒരു ആത്മപരിശോധനയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കാരണം 3-4 വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്ന അധ്യാപകരത് സാക്ഷ്യപ്പെടുത്തും. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നമ്മൾ പലവട്ടം ഇങ്ങനെ നിവേദനം കൊടുക്കുന്നു, അവർ പറയുന്നു ലിസ്റ്റ് തരാൻ പറയുന്നു, നമ്മൾ ലിസ്റ്റ് കൊടുക്കുന്നു, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സീറ്റ് മാറ്റി വെക്കുന്നു. ഓരോ വർഷം കൂടുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സംവരണം ചെയ്യേണ്ട സീറ്റുകളുടെ എണ്ണം മാറുമല്ലോ.
അപ്പോൾ അത് മാറുന്നു. ഓരോ വർഷം അനുസരിച്ച് നമ്മൾ അത് നീട്ടി കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നു. അപ്പം നമ്മൾ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, സർക്കാർ ഇത് ഇടപെടും, അതിനെ പരിഹരിക്കുന്നില്ല എന്ന് പിന്നെ ടീച്ചേഴ്സ് ഗിൽഡ് ടോം സാറൊക്കെയാണ് നമുക്ക് ഇനി സമരത്തിലേക്കങ്ങ് പോകാം എന്ന് പറയുന്നത്. അപ്പോൾ സമരവും കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ഇതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ, നമ്മളെ അങ്ങ് തീരെ അവഗണിക്കുകയാണോ എന്ന ചിന്ത നമുക്ക് വന്നത്. തീരെ അവഗണിക്കുകയാണോ എന്ന രീതിയിൽ നമ്മൾ സ്വരം ഉയർത്തിയപ്പോൾ ഇത് വർഗീയമാക്കാൻ ശ്രമിക്കുന്നു. സത്യത്തിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വീണ്ടും കോടതിയിൽ പോവുക എന്നുള്ളതിനകത്ത് ഒരു ശുദ്ധി, ചിന്തയുടെ ശുദ്ധി നമ്മൾ പരിശോധിക്കണം. വീണ്ടും സമയം നീട്ടാനുള്ള ഇടയാണ്. നമ്മളെന്തുകൊണ്ട് കോടതിയിൽ പോയില്ല എന്നുള്ളതിന് നമുക്ക് കൃത്യമായിട്ട് ഉത്തരമുണ്ട്. കാരണം ഈ സുപ്രീം കോടതിയുടെ വിധി എല്ലാവർക്കും ബാധകമാണ്. പിന്നെ തുല്യതയുടെ അവകാശം ഭരണഘടന തന്നെ നൽകുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ക്രൈസ്തവ മാന്യജോയിൻറ്റുകളെ പറ്റി മാത്രം പറഞ്ഞാൽ നമുക്ക് ന്യൂനപക്ഷാവകാശത്തിൻ്റെ അഡീഷണൽ പ്രൊട്ടക്ഷൻ ഉള്ളവരാണ്. നമുക്കാണ് ഇത് ആദ്യം തരേണ്ടത്. എന്നിട്ട് അപ്പോൾ ഈ ആനുകൂല്യം എല്ലാവർക്കും തരേണ്ടതാണ് എന്നുള്ളത്. പിന്നെ ഇത് വീണ്ടും നിയമപരമായ നൂലാമാലകളിൽ ഈ ഭിന്നശേഷി സംവരണം തൊട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല, ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ, അത് ഒരു വകുപ്പിനെ മാത്രം നമ്മൾ കുറ്റം പറയുകയല്ല, ഏത് അപ്പോയിൻമെൻറ്റ് വന്നാലും ഒരു കാര്യമില്ലാതെ അങ്ങ് താമസിക്കുക. എന്തുമാത്രം ഒബ്ജക്ഷൻസ്, ഈ ഒബ്ജക്ഷൻസിന് മറുപടി എഴുതി തന്നെ നമ്മൾ മടുക്കുക. ഇത് ഒരു ഫയൽ ചെല്ലുമ്പോൾ, ഓരോ ഫയലിൽ ഒരു ജീവിതമാണെന്നൊക്കെ പ്രഖ്യാപിക്കുന്നവർ ഇത് ചെല്ലുമ്പോൾ ഇതിന് എന്ത് ഒബ്ജക്ഷൻ കണ്ടെത്താം എന്ന് ശ്രദ്ധിച്ച് ഇതങ്ങ് നീട്ടുക. ഇതൊന്ന് പാസ്സായിട്ട് വേണ്ടേ ഇവർക്ക് ജീവനോപാധി കണ്ടെത്താൻ. അല്ലാതെ നമ്മൾ അന്യായമായിട്ടൊന്നുമല്ലല്ലോ ചോദിക്കുന്നത്. എല്ലാ അർഹതയുള്ളവരെ മാത്രമാണ് അധ്യാപകരായിട്ട് വെക്കുന്നത്. പക്ഷേ എന്നാലും അതങ്ങ് പല നൂലാമാലകൾ, അത് ഈ സമീപ വർഷങ്ങളിലുണ്ടായ ഒരു പ്രത്യേക, അതും മോഹൻ സാറൊക്കെ ശ്രദ്ധിക്കണം. ഈ ഭിന്നശേഷി സംവരണം സംബന്ധിച്ച് മാത്രമല്ല, ഏത് നിയമനങ്ങൾ വന്നാലും ഇതാകാറുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പം ഈ 150-ൽ കൂടുതൽ കുട്ടികളുള്ള ഒരു പ്രൈമറി സ്കൂൾ, അവിടെ ഒരു ഹെഡ് ടീച്ചറിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ഈ ഹെഡ് ടീച്ചർ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു സർക്കാരിൻ്റെ പ്രൊട്ടക്റ്റഡ് അധ്യാപകനെയാണ് വയ്ക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഉദാഹരണം ഒരു 16 സ്കൂളിൽ അങ്ങനെ ഹെഡ് ടീച്ചറെ വയ്ക്കാമായിരുന്നു. ഹെഡ് ടീച്ചറെ വയ്ക്കാൻ നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടും. സർക്കാർ 4 സ്ഥലത്ത് സർക്കാരിൻ്റെ പ്രതിനിധിയെ തന്നു. ബാക്കി 12 സ്ഥലത്തും ഞങ്ങൾക്കാളില്ല, നിങ്ങൾക്ക് വെക്കാമെന്ന് പറഞ്ഞു. ഫലത്തിൽ ഇത് സർക്കാരിൻ്റെ പോസ്റ്റാണ്. നമ്മുടെ ആളെ വെച്ചാൽ ഇത് പാസ്സാകാൻ പിന്നെ സമയമാണ്. കാരണം സർക്കാർ പറഞ്ഞ പോസ്റ്റിൽ സർക്കാർ പറഞ്ഞിട്ട് നമ്മൾ വെച്ചാലും ഇത് പിറ്റേ ദിവസം പാസ്സാക്കി എടുക്കാവുന്നുള്ളൂ. കാരണം യോഗ്യതയുള്ള ആളെ വെച്ച് അതിനും പിന്നെ അങ്ങനെ ഈ നൂലാമാലകളും വലിയൊരു പ്രതിസന്ധിയാണ്. അധ്യാപകരുടെ നിലവിളി ഇപ്പം നമ്മളൊരു ആത്മപരിശോധനയിൽ സഭ കുറച്ച് വൈകിയാണോ ഇടപെട്ടെന്ന് എനിക്ക് പോലും തോന്നുന്ന രീതിയിൽ ഉണ്ടായി. പക്ഷെ നമ്മൾ ഇനിയും അതുകൊണ്ട് ശക്തമായിട്ട് നിൽക്കണം. ഇത് പരിഹാരം ഉണ്ടാക്കാൻ രാഷ്ട്രീയവും സാമൂഹികവും മാധ്യമങ്ങളും എല്ലാ നേതൃത്വം ഇടപെടണം തന്നെയാണ് അതിശക്തമായിട്ട് പറയാനുള്ളത്. ഞാൻ വളരെ പെട്ടെന്ന് നമ്മുടെ ടീച്ചേഴ്സിലേക്കും സാർമാരിലേക്കും പോവുകയാണ്. നമുക്കറിയാം കേരളം എല്ലാ കാര്യത്തിലും ഒന്നാമതാണ്. പക്ഷേ ശമ്പളമില്ലാതെ വിദ്യ പകർന്നു കൊടുക്കുന്ന കാര്യത്തിലും കേരളം ഒന്നാമത് എത്തിയിരിക്കുന്നു. കണ്ണീരോടുകൂടി ഒരു രാജ്യത്തിൻ്റെ ഭാവിയെ വളർത്തിയെടുക്കുന്ന ഒരു അക്കാര്യത്തിലും കേരളം ഒന്നാമത് എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അവസ്ഥ, നമ്മൾ കുടുംബത്തിൽ നേരിടുന്ന പല പ്രതിസന്ധികൾ, അപ്പോൾ ഈ ഒരു വിഷയം അധ്യാപകരുടെ ദൈനംദിന ജീവിതത്തെ എത്രത്തോളം ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു, ആ ഒരു ചോദ്യത്തിന് അധ്യാപകർക്ക് തന്നെ മറുപടി പറയും. എൻ്റെ പേര് ജിജി ജോർജ്. ഞാൻ പാലാ രൂപതയിലെ കടനാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് സമരം ചെയ്യാനായി നിരത്തിലിറങ്ങി എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമുക്കെല്ലാവർക്കും ഉത്തരം അറിയുകയും ചെയ്യാം. കാരണം മറ്റേത് ജോലി എടുത്തു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള ഒരു സമയത്തിനുള്ളിൽ അവരുടെ ജോലി തീരും. സർക്കാർ ഓഫീസുകളിൽ 8 മുതൽ 5 വരെയാണ് ഡ്യൂട്ടി ടൈം. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടേഴ്സിനോ നേഴ്സന്മാർക്കോ അവരുടെ ആ സമയത്ത് മാത്രം ജോലി ചെയ്താൽ മതി. എന്നാൽ നമ്മൾ അധ്യാപകരുടെ അവസ്ഥ എന്ന് പറയുന്നത് സ്കൂളിലെ ആ സമയം മുതൽ, സ്കൂളിൽ 8 മണിക്ക് ചിലപ്പോൾ മോർണിംഗ് ക്ലാസ്സുകൾ ആരംഭിക്കും. ആ സമയം തൊട്ട് 5 മണി വരെയുള്ള ക്ലാസ് എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയാൽ പോലും ഒരധ്യാപകരുടെയും മനസ്സിലുള്ളത് പിറ്റേ ദിവസം കുട്ടികളെ പഠിപ്പിക്കേണ്ട പാഠഭാഗങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ടീച്ചിങ് നോട്ടിനെ കുറിച്ചുള്ള ചിന്തകളും അതോടൊപ്പം തന്നെ മേളകൾ,
ദിനാചരണങ്ങൾ, അതിൻ്റെ റിപ്പോർട്ടുകൾ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളായിരിക്കാം ഓരോ അധ്യാപകരുടെയും തലയിലൂടെ കടന്നു പോകുന്നത്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനിടയിൽ ഓരോ അധ്യാപകരും ഒരു പിതാവോ മാതാവോ ആണ്. കുടുംബകാര്യങ്ങൾ നോക്കണം. അധ്യാപകൻ എന്നുള്ള തൊഴിലിൽ ഒരു കാരണവശാലും ഒരു നീതികേട് കാണിക്കാൻ അവർക്ക് കഴിയില്ല. തൻ്റെ മുൻപിലിരിക്കുന്ന കുട്ടികളോട് എൻ്റെ നിയമനം പാസ്സായില്ല എന്നതിൻ്റെ പേരിൽ അവരെ പഠിപ്പിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. നേരെ മറിച്ച് എനിക്ക് പൈസ കിട്ടുന്നില്ല, അല്ലെ സാലറി കിട്ടുന്നില്ല മക്കളെ, നിങ്ങളെ ഞാൻ പഠിപ്പിക്കില്ലെന്ന് പറയാൻ കഴിയില്ല. തൻ്റെ മുൻപിലിരിക്കുന്ന കുട്ടികളോട് 100% ഉത്തരവാദിത്വവും കടമയും നിർവഹിക്കുന്നവരാണ് ഓരോ അധ്യാപകരും. എന്നാൽ ആ അധ്യാപകരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ വളരെ ദയനീയമാണ്. വൈകുന്നേരങ്ങളിൽ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എനിക്ക് എന്തെങ്കിലും വാങ്ങിയോ എന്ന് ചോദിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുൻപിൽ ഒരു മിഠായി എടുത്തു കൊടുക്കാൻ പോലും കഴിയാറില്ല എന്ന് പറഞ്ഞ പല അധ്യാപക സുഹൃത്തുക്കളും എനിക്കുണ്ട്. ഒരിക്കലും അതൊരു അഭിമാനകരമായ കാര്യമല്ല. അധ്യാപകന്മാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമുക്കൊരു തമാശയായിട്ട് തോന്നുമെങ്കിലും സത്യാവസ്ഥ പറയട്ടെ, ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും കൃത്യമായിട്ട് വരുമാനം കിട്ടുന്ന ഒരു ജോലിയുണ്ടോ എന്നേ പെൺകുട്ടികൾ നോക്കുകയുള്ളൂ. അധ്യാപികമാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വസ്തുക്കൾ വാങ്ങണമെങ്കിൽ എപ്പോഴും ഭർത്താക്കന്മാരുടെ കയ്യിൽ പോയി അല്ലെങ്കിൽ അവരുടെ കൈവശത്ത് നിന്ന് പൈസ വാങ്ങുക എന്നതിനേക്കാൾ ഉപരിയായി സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നതിൻ്റെ വില എന്ന് പറയുന്നത് മറ്റൊന്നാണ്. എന്നാൽ ഇതൊന്നുമില്ലാത്ത അവസ്ഥയിലൂടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ വേദനകൾ അനുഭവിക്കുന്നതും ഇന്ന് അധ്യാപക സമൂഹമായിരിക്കാം. അവരുടെ ജോലി ഭാരത്തിന് കുറവില്ല. എന്നാൽ നിങ്ങൾ നിയമനം പാസ്സായിട്ടില്ലല്ലോ, നിങ്ങൾ 8 മണി തൊട്ട് 5 മണി വരെ സ്കൂളിൽ പഠിപ്പിച്ചാൽ മാത്രം മതി എന്നൊരിക്കലും നമ്മളോട് നമ്മുടെ ഭരണാധികാരികൾ പറഞ്ഞിട്ടില്ല. മേളകളിൽ പങ്കെടുക്കണം, മത്സരങ്ങൾക്ക് നമ്മൾ കുട്ടികളെ തയ്യാറാക്കണം, പഠനത്തിൽ മാർക്ക് കുറഞ്ഞു പോകാൻ പാടില്ല. കാരണം മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വവും അധ്യാപകർക്കാണ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളുടെ പഠന കാര്യങ്ങളിലോ അവരുടെ മൂല്യബോധം വളർത്തുന്നതിലോ പിന്നോട്ട് പോകാൻ അധ്യാപകർക്ക് കഴിയില്ല. എന്നാൽ ആ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന എന്ന് പറയുന്നത്, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിച്ചില്ല എങ്കിൽ പലരും മടുത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് പലപ്പോഴും സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാർട്ട് ടൈം ആയിട്ട് പെട്രോൾ പമ്പിലോ മറ്റോ പോയി ജോലിക്ക് നിന്നാലോ എന്ന് ചിന്തിക്കുന്ന അധ്യാപകന്മാരും അധ്യാപികമാരുമുണ്ട്. അധ്യാപകന്മാർ മാത്രമല്ല, അധ്യാപികമാരുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. ഇത്രയും ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വിഭാഗം ഒരുപക്ഷെ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന നമ്മൾ അധ്യാപകർ മാത്രമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന് ഞങ്ങളെപ്പോലുള്ള ഓരോ അധ്യാപകരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ കടമകൾ കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് 100% ബോധ്യമുള്ളതുകൊണ്ടാണ്. ഭിന്നശേഷി പ്രശ്നത്തിൻ്റെ പേരിൽ അവർക്ക് നിയമനം കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ളവരുടെ നിയമനം പാസ്സാക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന തുല്യതയുടെ ലംഘനമായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. കാരണം നമ്മുടെ മാനേജ്മെൻറ്റുകളെല്ലാം തന്നെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് എല്ലാ തസ്തികകളും മാറ്റിയിട്ടിട്ടുണ്ട്. അവർക്ക് നിയമനം കൊടുക്കില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ അവരുടെ നിയമനങ്ങൾ പാസ്സായതിനു ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് പാസ്സാക്കി കൊടുക്കുകയുള്ളൂ എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഭരണാധികാരികളോട് താഴ്മയായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ MLA-യിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് പോകാൻ ധൃതിയുള്ള കാരണം ഞാൻ അവസാനം ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേട്ടത് നിരവധി ദൈന്യത നിറഞ്ഞ പ്രതികരണങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മളിപ്പോൾ കേട്ടത്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നു, തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു, നിയമസഭാ ഇലക്ഷനൊക്കെ വരാൻ പോകുന്നു. അങ്ങയുടെ കക്ഷി UDF പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി കൂടിയാണ്. അപ്പോൾ ഈ പ്രകടന പത്രികയിൽ ഈ എയ്ഡഡ് അധ്യാപകരുടെ ഒരു വിഷയം, ഒരു പരിഗണന, ഒരു മുൻപന്തിയിൽ UDF മുന്നോട്ട് വയ്ക്കുമോ? ഒരുപക്ഷെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ വിഷയത്തിൽ ഒരു അടിയന്തരമായിട്ടുള്ള ശാശ്വത പരിഹാരം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അങ്ങേക്ക് ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കാൻ കഴിയുമോ? 100%. ഞാൻ ഒരു സംശയമില്ല. കാരണം ഇത് തികച്ചും നീതിപൂർവമായി നടക്കേണ്ട കാര്യമാണ് എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഈ ഒരു നിയമസഭയിലെ പ്രശ്നങ്ങൾക്ക് ശേഷം ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയുടേതായിട്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു പ്രതിഷേധ ധർണയും സമരവും നടത്തിയത് മറ്റൊന്നും കൊണ്ടല്ല. നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം അധ്യാപകരുടെ ഒരു സമരം നടന്നല്ലോ. തൊട്ടടുത്തവർക്ക് പ്രായോഗികമായി പറ്റില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ വിഷയം ഒന്ന് ലൈവാക്കി നിർത്തണം, ഇത് ആവശ്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് P. ജോസഫ് സാർ ഉദ്ഘാടനം ചെയ്തു. അന്ന് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ അച്ഛൻ സെക്രട്ടറി അവിടെ ട്രിവാൻഡ്രത്ത് നിയമസഭ വരികയും ചെയ്തു, ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെയും ഞാൻ വിളിച്ചു, മുൻ പ്രതിപക്ഷ നേതാവിനെയും വിളിച്ചു. UDF-നെ സംബന്ധിച്ച് രണ്ടും പ്രധാനപ്പെട്ടവരാണ്. കാരണം നമ്മുടെ നിലപാട് നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇതേപോലെ തന്നെയാണ് അടുത്തും വരുന്നെങ്കിൽ പിന്നെന്താ ഇവിടെ ഇതിനകത്ത് എന്താ മാറ്റിയിരിക്കണേ? അപ്പോൾ അത് ശരിയല്ല. അപ്പോൾ അത് പ്രതിപക്ഷ നേതാവ് തന്നെ ആ യോഗത്തിൽ വന്നു. രണ്ടുപേരും പറഞ്ഞു UDF അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് തൃപ്തികരമായ പരിഹാരം ഉണ്ടാക്കും.
നീതിപൂർവമായ പരിഗണനയോടെ പരമാവധി വേഗത്തിൽ ഇക്കാര്യങ്ങൾ ചെയ്യും എന്നവിടെ ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച് ശരിയാണ്. എല്ലാവരോടും ഇതിന് ആളുകൾക്ക് കൊടുക്കുന്ന അഷുറൻസ് എന്ന് പറയുന്നത് പ്രകടന പത്രികയിലൂടെയാണ്. പ്രകടന പത്രികയിൽ UDF ബന്ധപ്പെട്ട് അതിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റി ഞാനും ഉണ്ട്. അതിൽ തീർച്ചയായിട്ടും ഈ വിഷയം നമ്മൾ ഉൾപ്പെടുത്തും. അതിന് ഒരു നാളുകളിൽ ഇത് പരിഹരിക്കപ്പെടുക എന്നുള്ളത് ആവശ്യമാണെന്ന് അഡ്വാൻസായി തന്നെ നമ്മൾ പറയാൻ തയ്യാറാവും. കടനാട് സ്കൂളിലെ ടീച്ചർ ഇപ്പോൾ പറഞ്ഞ വിഷയം, ഞാൻ ഈ ഓട്ടോറിക്ഷ എടുത്ത് പോകാനുള്ള പൈസ പോലും അധ്യാപകർക്ക് ഈ ദിവസ വേതനത്തിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് മന്ത്രി അതിനെയും പരിഹരിച്ചു. എത്ര അധ്യാപകർ ഓട്ടോറിക്ഷയിൽ പോകുന്നുണ്ടെന്ന് അപ്പോൾ അതിന് തുടർന്ന് ചോദിക്കുന്നു. മറുപടി പറഞ്ഞു. അപ്പം നമ്മളത് ബഹളത്തിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒക്കെയാണ് കാണുന്നതിനെ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു നിർദ്ദേശം കൂടെ പറയാനുള്ളത്, നമുക്ക് സംയുക്തമായി ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഒന്നുകൂടി ഇടപെടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ ഡിക്ലറേഷൻ വരാൻ പോകുന്നു. തുടർന്ന് പെരുമാറ്റച്ചട്ടമാണ്. അപ്പോൾ ഡിസംബർ മാസം വരെ മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രായോഗികമായി പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ഏതായാലും നമ്മൾ നിയമസഭയിൽ അവതരിപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസം കേരളത്തിലെ അഭ്യന്തരായ സഭാപിതാക്കന്മാർ 12-13 പേർ ഒറ്റയടിക്ക് പ്രതികരിച്ചു. അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായി. അത് പെട്ടെന്ന് ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണകേന്ദ്രങ്ങളിൽ പിറ്റേ ദിവസം തിരുത്തി പറയുന്ന നിലപാട് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. പരിഹരിക്കുന്നതിലേക്ക് വരാം, എന്താണെന്ന് ആലോചിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ ഒരു ഇടപെടൽ കൂടി, അത് നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുന്നതല്ലാതെ സംഘടിതമായ ഒരു ഇടപെടൽ ഈ രംഗത്ത് എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടി പ്രധാനപ്പെട്ട എല്ലാവരും ചേർന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും കാണേണ്ടതായിട്ടുണ്ട്. ഒരു മന്ത്രി മാത്രമല്ല, ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല, ഇതിന് ധനപരമായ അനുമതി തരേണ്ട ധനകാര്യമന്ത്രിയാണ്. അപ്പോൾ ഇതൊരു മന്ത്രിസഭയുടെ തലത്തിൽ തന്നെ പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ്. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഇതൊരു ജാതിപരമായിട്ടോ സമുദായപരമായിട്ടുള്ള വിഷയമല്ല. ഇത് കേരളത്തിലെ 16,000-ഓളം വരുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ പ്രശ്നമാണ്. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയണം, ഭിന്നശേഷി അധ്യാപകരുടെ ക്വാളിഫൈഡ് ആയ അവർ മുഴുവൻ സങ്കടപ്പെട്ട് വന്ന് പറഞ്ഞു അവരുടെ കാര്യം കൂടെ പറയണമെന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞു. അവരുടെ ലിസ്റ്റ് ഇതുവരെ ആയിട്ടില്ല. നമ്മൾ ഈ ഒഴിച്ചിട്ടിരിക്കുന്നെന്ന് പറഞ്ഞല്ലോ, അതിൽ നിയമനം നടത്തണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും ചേർന്ന് റാങ്ക് പട്ടിക അടിയന്തരമായി ഫൈനലൈസ് ചെയ്ത് കൊടുക്കണം. നിയമനം നടത്തേണ്ടത് സർക്കാരാണ്. അത് നടന്നിട്ടില്ല. അപ്പോൾ അത് നീട്ടിക്കൊണ്ട് പോയാൽ ഇത് നീട്ടാന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ശക്തമായ ഇടപെടൽ സർക്കാർ തലത്തിൽ ഒന്നുകൂടെ നടത്തുന്നത് നല്ലതായിരിക്കും എന്ന് കരുതുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് മുമ്പ് ഇക്കാര്യത്തിൽ സർക്കാർ തലത്തിൽ ഒരു തീരുമാനം ഉണ്ടായാൽ നമുക്ക് തുടർന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അത് നടത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നീക്കം നല്ലതായിരിക്കും. എന്നോടുള്ള ചോദ്യം ഞാൻ വളരെ ക്ലിയറായി തന്നെ പറയുന്നു. UDF അധികാരത്തിൽ വന്നാൽ ഈ പ്രശ്നത്തിന് തൃപ്തികരമായ ശാശ്വത പരിഹാരം ഉണ്ടാക്കും. പ്രകടന പത്രികയിലും ഉറപ്പായിട്ടും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. വളരെ നന്ദി സാർ. ഓക്കെ, താങ്ക് യു. ഞാൻ റോയിച്ചനിലേക്ക് തന്നെയാണ് വരുന്നത്. അച്ഛാ, ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു പരാമർശങ്ങളാണ് കത്തോലിക്ക സഭ ഭിന്നശേഷിക്കാർക്ക് എതിരാണ്, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരെ ഒരു ശത്രുപക്ഷത്താണ് സഭ നിർത്തുന്നത് എന്നൊക്കെ. ആ ഒരു ആരോപണത്തെ, ആ ഒരു വാദത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? മിനിമം കാഴ്ചശക്തിയുള്ള, മിനിമം കേൾവിയുള്ള, മിനിമം സംസാരശക്തിയുള്ള ഒരു സാധാരണക്കാരന് ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നതിനേക്കാൾ വ്യക്തമായിട്ട് മനസ്സിലാവും. കേരളത്തിൽ ഭിന്നശേഷി മേഖലയിൽ ക്രൈസ്തവ സമൂഹം നിർവഹിക്കുന്ന സേവനങ്ങൾ അതിവിടെ എണ്ണി എണ്ണി പറയാനായിട്ട് തുടങ്ങിയാൽ നമുക്ക് ഈ ഒരു ചർച്ച കൊണ്ടൊന്നും തീരില്ല. ഡിഫറൻ്റ്ലി ഏബിൾഡ്, ഭിന്നശേഷി എന്ന് നമ്മൾ നേരെയോടെ വിളിക്കുന്ന, ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കളുടെ സ്പെഷ്യൽ ഒളിമ്പിക്സ് എന്ന കായിക പരിശീലന പദ്ധതിയുടെ സ്റ്റേറ്റ് ഡയറക്ടറാണ് ഞാൻ. ഒപ്പം കത്തോലിക്ക സഭയുടെ ഇന്ത്യയിലുള്ള സ്പെഷ്യൽ സ്കൂളുകളുടെ, കാത്തലിക് സ്പെഷ്യൽ സ്കൂളുകളുടെ നാഷണൽ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും ഞാനാണ്. നമ്മുടെ ഭാരതത്തിൽ കത്തോലിക്ക സഭ മാത്രമല്ല, കത്തോലിക്ക സഭയോടൊപ്പം ക്രൈസ്തവ സമൂഹം, അത് മാത്രമായിട്ട് ചിന്തിച്ചാൽ ഈ മേഖലയിൽ ക്രൈസ്തവ സമൂഹം മാത്രമല്ല സേവനമർപ്പിക്കുന്നത്. അതിന് മതമേ ഇല്ല. എല്ലാ മതസമൂഹങ്ങളിലെയും നല്ലവരായ മനുഷ്യരുടെ ആത്മാർത്ഥമായ സേവനം ഈ മേഖലയിലുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഭിന്നശേഷി മേഖലയിൽ ഏറ്റവും കൂടുതൽ സേവനം ലഭിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം. കേരളത്തിൽ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ, ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കൾക്ക് വേണ്ടി മാത്രം 300-ലധികം 320-ഓളം പ്രൈവറ്റ് സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. ഇപ്പം ബഡ് സ്കൂളുകൾ ധാരാളം നിരവധി പഞ്ചായത്തുകളിൽ തുടങ്ങുന്നുണ്ട്. ഇതെല്ലാം കേരളത്തിൽ ഭിന്നശേഷി മേഖലയെ കൂടുതലായിട്ട് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിന് തെളിവാണ്. കേരളത്തിൽ ക്രൈസ്തവ സമൂഹം, കത്തോലിക്ക സഭ മാത്രം 160-ഓളം സ്പെഷ്യൽ സ്കൂളുകൾ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. 20-25 ബ്ലൈൻഡ് സ്കൂളുകൾ നടത്തുന്നുണ്ട്. ഡഫ് ആൻഡ് ഡം സ്കൂളുകൾ അതുപോലെ നടത്തുന്നുണ്ട്. ഇത് കത്തോലിക്ക സഭ മാത്രം നടത്തുന്നതല്ല. ക്രൈസ്തവ സമൂഹത്തിന് ഭിന്നശേഷി സമൂഹത്തോട് താല്പര്യമില്ല, അനാദരവാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒന്നുകിൽ കണ്ണു തുറന്ന് നോക്കണം, അല്ലെങ്കിൽ അദ്ദേഹം കാതു തുറന്ന് കേൾക്കണം
എന്നിട്ട് സത്യം സംസാരിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാകണം. നമ്മൾ വ്യക്തിപരമായിട്ട് ഒരാളെ പറ്റി പറയാനായിട്ട് എനിക്കും താല്പര്യമില്ല. ഈ വിഷയം അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട വിഷയവുമല്ല. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം ഒരുമിച്ച് നിന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത വ്യത്യാസമില്ലാതെ പൊതുസമൂഹത്തിൻ്റെ ഒരു നീതിയുടെ വിതരണം സാധ്യമാക്കാൻ വേണ്ടി ഒരുമിച്ച് നിന്ന് പോരാടേണ്ട കാര്യം തന്നെയാണ്. അതിനിടയിലാണ് ഇദ്ദേഹം ഇനിയൊരു വിമോചന സമരത്തിന് സാധ്യതയില്ല, അല്ലെങ്കിൽ വിമോചന സമരം നടത്ത്, അല്ലെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്ക് എന്നൊക്കെയുള്ള വികലമായ ഒരു അഭിപ്രായ പ്രകടനത്തിലൂടെ ഈ വിഷയത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. ഇവിടെ ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ സമുന്നതനായ നേതാവ് തോമസ് സാറ് നിൽപ്പുണ്ട്, അധ്യാപക പ്രതിനിധികളുണ്ട്. നിങ്ങളെല്ലാവരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന അധ്യാപകരാണ്. ഒരു ടീച്ചറായി പോയി എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ സ്പെഷ്യൽ സ്കൂളിനെ പറ്റി സംസാരിക്കുമ്പോൾ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകർ അഭിമുഖീകരിക്കുന്ന ഇതിനേക്കാൾ ദാരുണമായ വിഷയങ്ങൾ ഞാൻ നിരന്തരം എല്ലാ സെക്രട്ടേറിയറ്റിൻ്റെയും കളക്ടറേറ്റിൻ്റെയും മുമ്പിൽ ഇങ്ങനെ നിരന്തരം വിളിച്ചു പറയുന്നവരാണ്. റോയി വടക്കേലച്ചനും ഞാനും, ഞങ്ങൾ ജയരാജ് സാറും സുശീല ടീച്ചറും, അങ്ങനെ ഞങ്ങൾ നിരവധി പേരുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ വളരെയേറെ ശ്രദ്ധ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരാനുണ്ടെന്ന് വാദിക്കുമ്പോഴാണ് ഭിന്നശേഷിക്കാരുടെ പേരും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഏറ്റവും സമർപ്പിതമായ അധ്യാപന ശുശ്രൂഷ ചെയ്യുന്ന 16,000-ഓളം അധ്യാപകർക്ക് അരിമേടിക്കാനുള്ള ഒരു വഴി അടച്ചു നിർത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് രാഷ്ട്രീയം പറയാൻ ജാള്യതയില്ലാത്ത ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഈ ഒരു വികൃതമായ പെരുമാറ്റം കേരളം കണ്ണുപൊത്തുകയാണ്. സത്യത്തിൽ ഇതിനൊരു പ്രതിബോധ നിർമ്മിതി കേരളത്തിൻ്റെ പൊതുസമൂഹം കൊടുക്കണം, ഈ ഒരു തീരുമാനമെടുക്കുന്നവർക്ക് കൊടുക്കണം. കാരണം ഇത് ആരുടെ ആവശ്യമാണ്? ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ മക്കൾ ഈ പറയുന്ന എയ്ഡഡ് സ്കൂളുകളിൽ എത്ര പേരുണ്ട് എന്നുള്ളത് ഇപ്പം വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. സർക്കാർ സ്കൂളുകളിൽ ഇവരുടെ മക്കൾ എത്ര പേരുണ്ട് എന്നുള്ളതിനെ പറ്റി വലിയ ചർച്ച നടക്കുന്ന സമയമാണല്ലോ. ഇപ്പോൾ ഈ ചർച്ച നടത്തുന്നവരുടെ കാരണവന്മാരായ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളൊക്കെ എവിടെയാണ് പഠിച്ചതെന്നുള്ളതിൻ്റെ കണക്ക് ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളെ പറ്റി മക്കൾക്ക് അഡ്മിഷൻ മേടിച്ചു കൊടുക്കാൻ വേണ്ടി പലരെയും വിളിക്കുന്ന റെക്കമെൻഡേഷന് വിളിക്കുന്ന സമയത്ത് ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ വിദ്യാലയങ്ങൾ ചതുർത്ഥിയില്ലല്ലോ. അപ്പോൾ സ്വന്തം മക്കളെയൊക്കെ സുരക്ഷിതമായ ഇടങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ, CBSE സ്കൂളുകളിൽ, ICSE സ്കൂളുകളിൽ, അതും ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ നിർബന്ധമായിട്ട് അഡ്മിഷൻ മേടിപ്പിച്ച് പഠിപ്പിച്ച് സുരക്ഷിതമാക്കി കഴിയുമ്പോൾ സാധാരണക്കാരുടെ മക്കൾക്ക് ആത്മാർത്ഥമായി അധ്യാപന ശുശ്രൂഷ നിർവഹിക്കുന്ന നല്ല അധ്യാപകർ അവർ പട്ടിണി കിടക്കണം എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥമുള്ളത്? അതുകൊണ്ട് ക്രൈസ്തവ സമൂഹം ഭിന്നശേഷി സമൂഹത്തിന് എതിരാണ് എന്നൊരിക്കലും പറയാൻ സാമാന്യ ബോധമുള്ള ഒരാൾക്ക് കഴിയില്ല. കേരളത്തിൽ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കൾക്കുള്ള പരിശീലന പരിപാടി ആരംഭിക്കുന്നത് തന്നെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളിലൂടെ തന്നെയാണ്. തിരുവനന്തപുരത്ത് ഒരു റോട്ടറി സ്കൂളിൽ തുടങ്ങിയതിന് ശേഷം ബാക്കി മുഴുവൻ ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളുകളാണ് ഈ മേഖലയിൽ തന്നെ തുടങ്ങുന്നത്. ആയിരക്കണക്കിന് സിസ്റ്റേഴ്സ്, വൈദികർ, സമർപ്പിതർ ഈ മേഖലയിൽ സേവനമർപ്പിക്കുന്നുണ്ട്. ഈ പറയുന്ന ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവർ ക്രൈസ്തവർ മാത്രമാണോ? അപ്പോൾ എങ്ങനെയാണ് ഇതൊരു മതത്തിൻ്റെ മാത്രം വിഷയമായി മാറുന്നത്? ഈ ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുന്ന അധ്യാപകരിൽ ക്രൈസ്തവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മന്ത്രി ഇങ്ങനെ പറയുമ്പോൾ ഇത്രയേറെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയേറെ വിളിച്ചു പറച്ചിലുകൾ ഉണ്ടായിട്ടും, ഇത്രയേറെ ശക്തമായി ഈ ഒരു സമൂഹം അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യങ്ങൾ ചോദിച്ചിട്ടും എനിക്കിത് മനസ്സിലാകുന്നില്ല എന്ന് ഈ മന്ത്രി പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നുകിൽ അദ്ദേഹത്തിന് ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാകാനുള്ള പ്രാപ്തിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാകുകയില്ല എന്നുള്ള പൊട്ടംകളിയാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ല ഒരു വിദ്യാഭ്യാസ മന്ത്രി ഈ കേരളത്തിലെ നീറുന്ന പ്രശ്നത്തോട് പ്രതികരിക്കേണ്ടത്. അത് വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല, പിണറായി വിജയൻ ഉൾപ്പെടുന്ന ഈ ഒരു സർക്കാരിൻ്റെ പ്രതികരണമാണ് കേരളത്തിൻ്റെ സാക്ഷര സമൂഹം, ഈ അക്ഷരങ്ങളുടെ കാവൽക്കാർ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ മാത്രം സന്മനസ്സിൻ്റെ ഒരു ഭാഗമായി അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. ജാതിമത പരിഗണനകൾക്കപ്പുറത്ത് കേരളത്തിൽ അധ്യാപകരായി സേവനമർപ്പിക്കാൻ, ജീവിതം കൊടുക്കാൻ സന്മനസ് കാണിച്ച ഈ സുമനസ്സുകൾക്ക് ജീവിത വഴി മുട്ടിക്കാതെ അവരുടെ ആത്മാർത്ഥതയെ ആദരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പും ഭരണകൂടവും സത്വരമായ
പ്രതികരണം നടത്തേണ്ടതാണ്. വളരെ തിപ്പൊരി നിറഞ്ഞ വാക്കുകൾ. ഞാൻ വീണ്ടും അധ്യാപകരിലേക്ക് വരികയാണ്. നമുക്കൊരു കൈയടി കൊടുക്കാം. റോയിജൻ, ഒരു കൈയടി കൊടുക്കാം. വളരെ വികാരനിർഭരമായിട്ടുള്ള വാക്കുകൾ തന്നെയായിരുന്നു. അച്ഛൻ പറഞ്ഞൊരു പോയിന്റ്, ഒരു പട്ടിണി കിടന്ന് പഠിപ്പിക്കേണ്ട ഗതികേട്. അതൊരു പക്ഷേ ലോകത്തിൽ ആദ്യമായി കേരളത്തിലായിരിക്കും അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. 24 മണിക്കൂർ, നേരത്തെ ബഹുമാനപ്പെട്ട ടീച്ചർ പറഞ്ഞതുപോലെ 24 മണിക്കൂറും ഓൺ ഡ്യൂട്ടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ടീച്ചേഴ്സും സാറന്മാരും ഒക്കെ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്, അതിനെപ്പറ്റി അധ്യാപകർക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമാണ്. വളരെ പെട്ടെന്ന് കുറേ കൂടി നമുക്ക് ഒരു പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രതികരിക്കാം. യെസ് സാർ, എൻ്റെ പേര് അഭിലാഷ്. ഞാൻ കോട്ടയം അതിരൂപതയുടെ കണ്ണങ്കര സെൻറ് മാത്യൂസ് ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വളരെ നമ്മുടെ ആഴത്തിൽ മുറിവിൽ കുത്തി. എനിക്കറിയത്തില്ല എൻ്റെ ജീവിതത്തിൽ ആ ഒരു മുറിവ് ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് മാഞ്ഞു പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം ഭിന്നശേഷിക്കാരുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചാണല്ലോ ഞങ്ങളുടെ എല്ലാവരുടെയും. ഞാൻ 2022 സ്കൂളിൽ UPST അധ്യാപകനായി സേവനം ചെയ്യാൻ ആരംഭിച്ചതാണ്. ഇതുവരെ ഡെയിലി വേജിലാണ് ശമ്പളം മേടിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം, കഴിഞ്ഞ ഓണത്തിന് എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞനിയൻ ഡിഫറൻ്റ്ലി ഏബിൾഡാണ്. അപ്പം അവനൊരു ഷർട്ട് ഓണക്കോടി മേടിച്ചു കൊടുക്കുവാൻ മൂത്ത ചേട്ടനെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഭിന്നശേഷിക്കാരുടെ കാര്യം പറയുമ്പം കോട്ടയം അതിരൂപതയിലെ സാന്റ് ജോസ് വിദ്യാലയത്തിലാണ് എൻ്റെ അമ്മ പഠിപ്പിച്ചത്. അത് നടത്തുന്നത് നമ്മുടെ സെൻറ്റ് ജോസഫ് സിസ്റ്റേഴ്സ് തന്നെയാണ്. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി കോട്ടയം അതിരൂപതയിലെ സന്യസ്ത സമൂഹമായ സെൻറ്റ് ജോസഫ് കോൺഗ്രിഗേഷൻ നടത്തുന്ന സ്ഥാപനമാണ്. അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ചെറുപ്പകാലം തൊട്ട്, ഞാൻ ജനിച്ചു കഴിഞ്ഞ ഉടനെ മുതൽ അമ്മയുടെ കൂടെ അവിടെ പോയി കാണുന്ന ആളാണ്. അപ്പം നിയമസഭയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLAയുമായുള്ള വാക്പോരിൽ ഭിന്നശേഷിക്കാർക്ക് എതിരാണ് നമ്മൾ എന്ന് സൂചിപ്പിച്ച ആ ഒരു സെൻറ്റൻസ് അതിൻ്റെ ജീവിതകാലത്ത് ഇനി മറക്കാനായിട്ട് എന്നെ അറിയാവുന്നവർക്കും ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് പകർന്നു കൊടുത്തിരിക്കും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ആരും ഭിന്നശേഷിക്കാർക്ക് പോസ്റ്റ് കൊടുക്കുന്നതിനെതിരല്ല. ഭിന്നശേഷിക്കാർക്ക് എങ്ങനെ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നത് 2021 ചെയ്യേണ്ടിയിരുന്ന മാർഗരേഖ നന്നായിട്ട് പ്രിൻ്റ് ചെയ്ത് ലക്ഷങ്ങളും കോടികളും മുടക്കി ഇന്നലെ ആണ് അത് പ്രകാശനം ചെയ്തത് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇത് ഇത്രയും നാൾ, ഇന്ന് 2025 നമ്മളിരിക്കുന്നത്. ഇതുവരെ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെക്കുറിച്ചല്ല, ഇതെങ്ങനെ നീട്ടിക്കൊണ്ടു പോകാം എന്ന് ആണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, കണ്ണടച്ച് ഇരുട്ടാക്കാൻ ഇനി ശ്രമിക്കരുത്. കാരണം അത്രയും ഒരു മിനിമം ബോധമുള്ള ചോറ് തന്നെ, അരിയാഹാരം തന്നെ കഴിക്കുന്ന ആളുകളാണ് നമ്മളിവിടെ ഇരിക്കുന്നത് തന്നെ. എങ്ങനെ സമയം നീട്ടിക്കൊണ്ട് പോകാം, എങ്ങനെ ഈ ഒരു സാമ്പത്തിക പിരിമുറുക്കം അധ്യാപകരുടെ തലയിലേക്ക് വെച്ച് കൊടുക്കാം എന്ന് ആലോചിച്ചായിരിക്കരുത് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. റോസ്റ്റർ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് മാനേജ്മെൻറ്റുകൾ കൃത്യമായി ഇത് ചെയ്തിട്ടുണ്ടോ, എത്ര സീറ്റ് മാറ്റിയിട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അതിന് അംഗീകാരം നൽകി എത്രയും വേഗം ബാക്കിയുള്ളവരുടെ പോസ്റ്റ് പാസ്സാക്കുവാൻ ഇനിയെങ്കിലും ഗവൺമെൻറ് തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം കൂടി, നമ്മുടെ കേരളത്തിൽ പോലുമല്ല, തമിഴ്നാട്ടിലോ മഹാരാഷ്ട്രയിൽ ആരോ കൊണ്ട് കേറ്ററ്റിൻ്റെ പേരിൽ ഒരു കേസ് കൊടുത്തിട്ട് സുപ്രീം കോടതി വിധി വന്നപ്പോൾ അത് ഇന്ത്യ മുഴുവൻ ഒരേ നിയമമാക്കി. കേരളത്തിൽ കേറ്ററ്റ് ഇല്ലാത്ത അധ്യാപകരെ അത് ബാധിക്കുമെന്ന് ഉറപ്പായപ്പോൾ അതിന് പേര് റിവിഷൻ ഹർജി സുപ്രീം കോടതി പോകാൻ ഒരു താമസവും ഇല്ലായിരുന്നു. മന്ത്രി തന്നെ ഇടപെട്ടു. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അധ്യാപക സമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളായിട്ടുള്ളവരുണ്ട്. അവരുടെ ജോലി പോകുമെന്ന് ഉറപ്പായപ്പോൾ ആ പ്രശ്നത്തിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇവിടെ NSS മാനേജ്മെൻറ്റ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം അത് അവർക്ക് മാത്രം ഉള്ളതാണെന്ന് ഈ കേസിൽ മാത്രം പറയുന്നു, ബാക്കിയുള്ളവരെ അത് ബാധിക്കില്ല എന്ന് പറയുന്നു. ഇത് രണ്ട് രീതിയിലുള്ള പെരുമാറ്റം ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക. ബാക്കിയുള്ള ഇതുവരെയുള്ള എല്ലാ യോജനകളും ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല കാണേണ്ടത്. കാരണം ഞങ്ങൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്കൂളുകളിൽ ഒന്നാമത്തെ കാര്യം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെ ആണെങ്കിലും അവിടെ പഠിപ്പിക്കുന്ന എല്ലാവരും ക്രിസ്ത്യൻസ് അല്ലാത്ത ആളുകളും പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ അവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളോടുള്ള ഞങ്ങളുടെ സമീപനം, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം 6ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിനകത്ത് പറയുന്നുണ്ട് ഗവൺമെൻറ് ഷുഡ് എൻഷുവർ ദ വെൽഫെയർ ഓഫ് ഇറ്റ്സ് പീപ്പിൾ. എന്ത് ബോധ്യത്തോടു കൂടി നമ്മളത് പഠിപ്പിക്കും കുട്ടികളെ. അപ്പോൾ ആ കുട്ടികളോട് കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങുവാനോ കേരളത്തിൽ നിലനിൽക്കുവാനോ കേരളത്തിലെ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കണമെന്നോ നമ്മൾ ആരെങ്കിലും തുറന്ന് സംസാരിക്കുമോ? ഇല്ല. മക്കളെ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചോളൂ. ഇന്ന് ചെറുപ്പം മുതലേ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കേണ്ട രീതിയിലാണ് ഇപ്പോഴത്തെ അധ്യാപകരുടെ അവസ്ഥ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിച്ചത് ക്രൈസ്തവരുടെയോ 1-2 ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെയോ മാത്രം പ്രശ്നമല്ല, നമ്മുടെ ഭാവി, കേരളത്തിൻ്റെ ഭാവിയിൽ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നമായിട്ട് സ്കൂളുകളിൽ ഇത് മാറും. അതുകൊണ്ട്
എത്രയും വേഗം ഇതൊന്ന് പരിഹരിച്ചു തരണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ ബഹുമാനപ്പെട്ട അധ്യാപകരോട് ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കും. നമുക്കറിയാം, ഈ പ്രശ്നം നേരിടുന്നവർ ശമ്പളമില്ലാതെയാണ് വർക്ക് ചെയ്യുന്നത്, പട്ടിണി കിടന്നാണ് പഠിപ്പിക്കുന്നത്. പലരും ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കടം മേടിച്ചിട്ടാണ് പലരും ഈ സ്കൂളുകളിലേക്ക് ബസ്സിലും ഓട്ടോറിക്ഷയിലും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ പകർന്നു കൊടുക്കുന്ന എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കുറയ്ക്കണം, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? ആ ഒരു ചോദ്യത്തിനും നേരത്തെ പറഞ്ഞ ചോദ്യത്തിനും നിങ്ങൾക്ക് പ്രതികരിക്കാം. പുരോഹിതരെ പോലെ സന്യസ്തരെ പോലെ ഇതൊരു ദൈവവിളിയായിട്ട് കണ്ട് തന്നെയാണ് ഉറപ്പായും. ഞാൻ ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്നു, 5 വർഷം സെമിനാരി പോയിട്ടുള്ള ആളാണ്. അതിനുശേഷമാണ്, എൻ്റെ പേര് ടോം എന്നാണ്, ടോം ടി സെബാസ്റ്റ്യൻ, ചങ്ങനാശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലെ അധ്യാപകനാണ്. ഇപ്പോൾ പായിപ്പാട് ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നു. ശരിക്കും ഇതൊരു ദൈവവിളി എന്ന് കണ്ട് തന്നെയാണ് ഈ ഒരു അധ്യാപനം എന്ന ആ ഒരു സമസ്യയിലേക്ക് നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരാളാണ്. അതിനുശേഷം കുട്ടികളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവാണ്. അവിടെ എത്രമാത്രം 100% അല്ല 150% നമുക്ക് എന്ത് പ്രശ്നമുണ്ട് എന്നുള്ളത് ഒരു വിഷയമാക്കാതെയാണ് ഞങ്ങളെല്ലായ്പ്പോഴും, എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയോടെന്നല്ല, ഈ ഒരു ഗവൺമെൻറ്റിനോട് വളരെയേറെ നീരസം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു അധ്യാപന ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ, എനിക്ക് 2016 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് അതിനുശേഷം ലീവ് വേക്കൻസി ചെയ്തുകൊണ്ടിരിക്കെ 2020 പെർമനൻറ്റ് വേക്കൻസി പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇതിനോടൊക്കെ ലീവ് വേക്കൻസിയുടെ സമയത്താണ് എൻ്റെ കല്യാണവും നടക്കുന്നത്. അത് പ്രതീക്ഷയാണ്, കാരണം അടുത്ത വർഷം ഉറപ്പായിട്ടും എനിക്ക് പെർമനൻറ്റ് കിട്ടും. അങ്ങനെ പെർമനൻറ്റ് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് എന്താ പറയുക, മഹാമാരി എന്നൊക്കെ പറയും പോലെ ഈ കോവിഡ് വരുമ്പോഴും അത് കറക്റ്റ് മാർച്ച് മാസത്തിൽ, ജൂൺ മാസത്തിൽ അപ്പോയിൻമെൻറ്റ് കിട്ടും, മാർച്ച് മാസത്തിൽ കറക്റ്റ് ലോക്ക്ഡൗൺ വരുന്നു. അത് അവരുടെ ഒരു കുൽസിത പ്രവർത്തനമായി ഞാൻ കാണുന്നില്ല. അതെൻ്റെ ദൈവാനുഗ്രഹമോ അല്ലെങ്കിൽ ഞാൻ അല്പം കൂടെ പഠിക്കേണ്ടി വരും, അതുകൊണ്ടായിരിക്കാം. പക്ഷേ അതിനുശേഷം ആ ഒരു ഒറ്റ വർഷം ശമ്പളം എന്ന് പറയുന്ന സംഭവം ഇല്ല. പെർമനൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ശമ്പളം ഇല്ല, കാരണം അപ്പോയിൻമെൻ്റ് ഇല്ല. അതൊരു വല്ലാത്തൊരു പ്രശ്നമായിരുന്നു. ആ സമയത്ത് ഞാൻ ബംഗാളിയുടെ കൂടെ വണ്ടി കഴുകാനായിട്ട് പോയിട്ടുണ്ട്. അത് ഒരു പ്രോബ്ലമായിട്ടല്ല, അത് ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്, നമ്മൾ ചെയ്യും. പക്ഷേ നമ്മുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയുടെ അച്ഛനോടൊപ്പം വണ്ടി കഴുകാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, അവനോട് പറയും. പിറ്റേ ദിവസം ഞാൻ പോയി അവനോട് പറഞ്ഞു, ക്ലാസ്സിൽ പറഞ്ഞു, എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കണ്ടുവരുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ അവരിതിനെ എങ്ങനെ എടുക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കും. അതിനുശേഷമാണ് 2021 പെർമനൻറ്റ് കിട്ടി, ഭയങ്കര ഹാപ്പി. അതിനുശേഷം കറക്റ്റ് ഇടുത്തി പോലെ ഭിന്നശേഷി സംവരണം എന്നുള്ള ഒരു വലിയ പ്രശ്നം വരികയാണ്. ആ ഒരു സമയത്ത് ഇപ്പോൾ മോഹൻ സാറൊക്കെ വളരെ കറക്റ്റായിട്ട് ഇടപെട്ടു. അന്ന് ഇത് കർത്തവ്യമൂഢരായിട്ട് നമ്മളിങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്, നമ്മുടെ കൂടെ നിൽക്കാൻ ആരുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വാതിലുകൾ കയറി ഇറങ്ങുകയാണ് നമ്മൾ. ശരിക്കും ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് വരുന്ന ആ ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ്, അവിടുത്തെ മാനേജറച്ഛൻ നമ്മുടെ കൂടെ സപ്പോർട്ടിന് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ആർക്കും ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, ഇന്ന പാർട്ടിയൊന്നുമില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കറക്റ്റായിട്ട് ഇപ്പോൾ കോൺഗ്രസ് ഇനി അധികാരത്തിൽ വന്നാൽ ഉറപ്പായിട്ടും അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ നല്ല കാര്യം, വെരി ഗുഡ്. പക്ഷേ ഒരാളും സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. അന്ന് എല്ലാവരും കേരളത്തിലുടനീളം എല്ലാവരെയും ഒരുമിപ്പിച്ച് നമ്മളൊരു എന്താ പറയുക, ഒരു കൂട്ടായ്മ പോലെയൊക്കെ റെഡിയാക്കി ഇവിടെ കളക്ടറേറ്റ് ഉപരോധിച്ചിട്ടുണ്ട്, പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഉണ്ടായിട്ടില്ല, ഒരാളും അതിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ അതിന് ശേഷവും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. അതായത് വിദ്യാഭ്യാസം, നമുക്ക് ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കാം. അതായത് ആദ്യത്തെ പ്രധാനമന്ത്രി ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ വന്നു, കോത്താരി കമ്മീഷൻ. അതിൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ എന്താ? ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീങ് ഷേപ്ഡ് ഇൻ ഹെർ ക്ലാസ് റൂംസ്. അത്ര ദീർഘവീക്ഷണത്തോടെ ഒരു ദൈവവിളി പോലെ കണ്ടുകൊണ്ടിരുന്ന രാഷ്ട്രീയക്കാരുള്ള നാടാണ് നമ്മുടേത്. ഇപ്പോഴെന്താണ് അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. സുപ്രീം കോടതിയുടെ വിധിയിൽ വ്യക്തമായിട്ട് ആ ഒരു 7ാമത്തെ ഖണ്ഡികയിൽ വ്യക്തമായി പറയുന്നുണ്ട്, അതായത് NSSന് കൊടുക്കണം, NSSന് കൊടുത്ത് ഇതുപോലെയുള്ള സൊസൈറ്റികൾക്കോ ഇത് കൊടുക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കുമ്പോഴത്തേക്കും വിദ്യാഭ്യാസ മന്ത്രി പറയാണ്, സൊസൈറ്റി അല്ലേ, നിങ്ങൾ കോർപ്പറേറ്റ് അല്ലേ എന്ന്. ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ്? അതിനുശേഷം ഇപ്പോഴാണെങ്കിലും, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പല രീതിയിൽ ഈ MLA-മാരുടെ ഒക്കെ അടുത്ത് പോയിട്ടുണ്ട്, മന്ത്രിമാരുടെ ഒക്കെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത്, അയ്യോ മോനെ രക്ഷയില്ല, കാരണം കോടതിയിലാണല്ലോ. ഇപ്പോൾ അത് കോടതിയിലല്ലല്ലോ, സുപ്രീം കോടതിയുടെ വ്യക്തമായ വിധിയുണ്ട്. 1. 2, അതുപോലെ സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് വേറെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കക്ഷിക്ക് ഒരു വിധി കിട്ടിയാൽ
ആ സമാന രീതിയിലുള്ള എല്ലാവർക്കും ഇത് ബാധകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനും ശേഷം നമ്മൾ കോടതി പോയിട്ടില്ല എന്ന് പറയുന്നു. ഞങ്ങൾ കോടതി പോയതാ. 133 പേരടങ്ങുന്ന ഞങ്ങൾ മാത്രമല്ല, ഇഷ്ടം പോലെ ആൾക്കാർ പോയിട്ടുണ്ട്. അത് നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. നമ്മൾ കോടതി പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്തുകൊണ്ട് കോടതി പോകുന്നില്ല? കോടതി പോകേണ്ട ആവശ്യമില്ല. കാരണം റീസെൻ്റായിട്ട് കുറച്ച് അധ്യാപകർ KTCയുടെ നേതൃത്വത്തിൽ കുറച്ച് അധ്യാപകർ പോയിരുന്നു. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും ഇവർ ക്ലീഷേ പറയുകയാണ്, ഈ എന്താ പറയുക മുരട്ട് തത്ത് ചിന്തയൊക്കെ പറയുകയാണ്. ഇത് അവരുടെ നേരത്തെ പറഞ്ഞ പോലെയല്ല, ഇത് കോടതിയുടെ കയ്യിലല്ല ഇരിക്കുന്നത്. ഇത് ഉറപ്പായിട്ടും അവർക്ക് ഉറപ്പായിട്ട് ഇതിനുള്ള പരിഹാരം കാണാവുന്നതാണ്. അവരോടും പറയാനുള്ള ഇതേ ഉള്ളൂ, ഞങ്ങൾക്ക് ആർക്കും ഈ ഗവൺമെൻറ്റിനോട് യാതൊരുവിധ എതിർപ്പോ കാര്യങ്ങളോ ഇല്ല. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുമല്ല. കേരളത്തിലെ ഒരു ശരിക്കും എന്താ പറയുക നാളത്തെ ഭാവിയെ വാർത്തെടുക്കുന്ന അധ്യാപകരുടെ ഒരു വേദനയായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇത് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള എതിർപ്പോ ഒന്നുമില്ല. ഇതൊന്ന് എത്രയും വേഗം ഒന്ന് പരിഹരിച്ച് തരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ഓഡിയൻസിലേക്ക് വരികയാണ്. എനിക്ക് തോന്നുന്നു ഇടുക്കി സൈഡിൽ നിന്ന് ഒരു അധ്യാപിക എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? മൂലമറ്റം ഭാഗത്ത് യെസ്, നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് കോട്ടയത്താണ്. ഈ ഒരു വിഷയത്തിൽ പങ്കെടുക്കാൻ ഇടുക്കിയിൽ നിന്ന് പോലും അധ്യാപികമാർ എത്തിയിട്ടുണ്ട്. അധ്യാപിക ഒന്ന് പ്രതികരിക്കാം. എൻ്റെ പേര് അനിത എന്നാണ്. ഞാൻ പാലാ കോർപ്പറേറ്റിൽ മൂലമറ്റം സെയിൻറ്റ് ജോർജ് സ്കൂളിലെ അധ്യാപികയാണ്. എൻ്റെ ഏറ്റവും ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് എൻ്റെ ട്രാവലിംഗ് എക്സ്പെൻസാണ്. ഞാൻ ഏറ്റുമാനൂരാണ് താമസിക്കുന്നത്. ഏറ്റുമാനൂരിൽ നിന്നാണ് ഞാൻ മൂലമറ്റം ഡെയിലി പോയി വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, കാരണം പാരൻസ് കുറച്ച് ഏജ്ഡാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളും നോക്കണം. അത് മാത്രമല്ല, നമ്മൾ ഫാമിലി ആയിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്നാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സും പാരൻസും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ പെർ ഡേ എനിക്ക് 200 രൂപയുടെ അടുത്തോളം ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രമുണ്ട്. ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ഡെയിലി പോലും പാസ്സായിട്ടില്ല. ഡെയിലി വേജ് പോലും എനിക്ക് ഇന്നേ വരെ പാസ്സായിട്ടില്ല. അപ്പം ഞാൻ അത്രത്തോളം ട്രാവലിംഗ് എക്സ്പെൻസ് കൂടാതെ തന്നെ നമുക്ക് മറ്റ് ചിലവുകളും വരും. ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രമല്ല, നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നില്ലാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഏണിങ് കൊണ്ടാണ്. അദ്ദേഹമാണ് എനിക്ക് ബെസ്റ്റ് ഫെയർ തന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വളരെ തുച്ഛമായ സാലറിയാണുള്ളത്. അതിൽ നിന്ന് ഒരു കണ്ടെത്തി സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമ്പോൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടാണ് എനിക്ക് തരുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നേരത്തെ ഇവിടെ അധ്യാപകരെല്ലാവരും പറഞ്ഞു, ചോദ്യങ്ങളിലും വന്നൊരു കാര്യമാണ്, നമ്മുടെ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരിക്കൽ പോലും, എനിക്ക് 100% അത് ഗ്യാരണ്ടി പറയാൻ പറ്റും, ഒരിക്കൽ പോലും നമ്മൾ അവരോട് എനിക്ക് സാലറി കിട്ടുന്നില്ല, എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് പറയില്ല നമ്മളാരും. കാരണം ഞാൻ വളരെ ആഗ്രഹിച്ചെടുത്ത ഒരു പ്രൊഫഷനാണ് അധ്യാപനം എന്ന് പറയുന്നത്. ക്വാളിഫൈഡ് ആണ്. ഈ പറഞ്ഞ പോലെ തെറ്റിപ്പം വേണമെന്ന് പറയുന്നുണ്ട്. സെറ്റും നെറ്റും ഉള്ളൊരു അധ്യാപികയാണ് ഞാൻ. പക്ഷേ എന്താണ് നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വിവേചനം വരുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. പലപ്പോഴും ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട്, ഇട്ടെറിഞ്ഞ് പോകാൻ തോന്നുന്ന നിമിഷങ്ങൾ തോന്നുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മുടെ ഫാമിലി ഉണ്ട്. ഇതെന്തെങ്കിലും ശരിയാവും, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കും, നമ്മൾ ആ ഡ്രീമായിട്ട് എടുത്ത ആ ഒരു പ്രൊഫഷനുണ്ട്, അത് നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനെ വിട്ടുകളയാനായിട്ട് പറ്റില്ല. അപ്പം എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം നമ്മുടെ മുമ്പിലിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആ ഒരു വിവേചനം അവിടെ കാണിക്കുന്നില്ല. ക്രിസ്ത്യൻസ് ഉണ്ടാവാം, ഹിന്ദു കുട്ടികളുണ്ടാവാം, പലവിധ കമ്മ്യൂണിറ്റികളിലുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ മുൻപിൽ ഇരിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളോടെല്ലാം നമ്മൾ ഒരേ രീതിയിലുള്ള സമീപനമാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യം ഇതാണ്, അധ്യാപനം എന്നത് മാത്രമല്ല, അവിടെ നമ്മൾ പലപ്പോഴും ഒരു അമ്മയായി മാറുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. എൻ്റെ ക്ലാസ്സിലെ പല കുഞ്ഞുങ്ങളും എൻ്റെ അടുത്ത് ഓടി വരുന്നുണ്ട്, തലവേദനയാണ്, വയറുവേദന. ഇപ്പം നമ്മളിവിടെ ഒന്നും മാറി നിൽക്കുന്ന ഒരു അവസരങ്ങളിലും മാറി നിൽക്കുന്നില്ല. മേളകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേളകൾക്കെല്ലാം സ്കൂളിൽ വർക്ക് ചെയ്യുന്നത് കൂടാതെ നമ്മൾ വീട്ടിലും പോയി വർക്ക് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി അല്ലാതെ ടീച്ചിങ് നോട്ടുകൾ എഴുതി അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് പാർട്ട് ഓഫ് പ്രൊഫഷൻ, ശരിയാണ്. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഈ സർക്കാർ നമ്മുടെ നേരെ കണ്ണടയ്ക്കുന്നത് എന്നുള്ളത് പലപ്പോഴും ഒരു ചോദ്യമായി മാറുകയാണ്. ഒത്തിരി വിഷമമുണ്ട്, ഒത്തിരി വേദനയുണ്ട്. കാരണം ഇനി എന്താവും, ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകും, എന്നാ ഒന്ന് സ്റ്റേബിൾ ആവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ പിന്നെയും മുന്നോട്ട് നിൽക്കുകയാണ്. പറയുമ്പോൾ പറയുമായിരിക്കും ഇനിയും ഉണ്ടല്ലോ, കുറച്ച് കാലങ്ങൾ കൂടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അധ്യാപികയല്ലേ, പുറത്ത് പോകുമ്പോൾ ചോദിക്കുന്നതാണ് അധ്യാപികയല്ലേ, പിന്നെന്താ പ്രശ്നം, എല്ലാം ഉണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അവിടെ എല്ലാം ഹെൽപ്ലെസ്നെസ് ആയിട്ട് നിൽക്കുകയാണ്. ഒന്നും പറയാനില്ല. കാരണം ആരോടും പറയാൻ പറ്റില്ല, എനിക്ക് ശമ്പളം ഇല്ല കേട്ടോ, ഇതൊന്നും ആരോടും പറയാനായിട്ടും പറ്റില്ല. ഫാമിലി, ഇനി നമ്മുടെ ഫാമിലിയിലേക്ക് നോക്കിയാൽ അവരും ഒരു എക്സ്പെക്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ഒരു കാര്യം ശരിയായിട്ട് വേണമായിരിക്കും, അവർക്കും ഒരു ചിലപ്പോൾ അവരൊന്നും നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ അവർ നമ്മളെ എങ്ങനെയാണോ വളർത്തിയത് അതിൻ്റെ ഒരു കുറച്ചെങ്കിലും അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹം പേഴ്സണലി എനിക്കുണ്ട്.
അതേപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എല്ലാ അധ്യാപകർക്കും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അപേക്ഷയാണ് ഇത്. കാരണം ഞങ്ങൾക്കും ജീവിക്കണം, ഒത്തിരി മരണങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് തന്നെ അറിയാം, ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പ്രൊഫഷനിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടോ തയ്യാറായി നിൽക്കുന്ന അധ്യാപകരെ എനിക്കറിയാം. കാരണം ഞങ്ങളുടെ നേരെ ഒന്ന് കണ്ണു തുറക്കണമെന്ന് മാത്രമേ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് ഇത് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കി ജീവിക്കാനായിട്ട് ഞങ്ങളെയും കൂടെ അനുവദിക്കണം. തീർച്ചയായും കണ്ണീരോടുകൂടി അല്ലാതെ ആ വാക്കുകൾ നമുക്ക് കേട്ടിരിക്കാനാകില്ല. ഞാൻ ഇവിടെ സെൻറ് ആൻസ് സ്കൂളിലെ പ്രിൻസിപ്പൽ സാറിൻ്റെ അടുത്തേക്ക് വരികയാണ്. സാറ്, നമുക്ക് ഈ ഒരു അപേക്ഷ എന്നൊക്കെ പറയുന്നത് ഹൃദയത്തിൽ തട്ടിയുള്ളൊരു അപേക്ഷയാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഇത്രത്തോളം ധാർഷ്ട്യം കാണിക്കുന്നത്? ഈ അടുത്ത് ചില പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും എന്തുകൊണ്ട് ഇത്ര വലിയൊരു ധാർഷ്ട്യം അധ്യാപക സമൂഹത്തോട്? എൻ്റെ പേര് ജോബി ജോസഫ്, ഞാൻ സെൻറ് ആൻസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ്. ഇപ്പോൾ ചോദ്യം എന്തുകൊണ്ടാണ് അധ്യാപകരോട് ഇത്രയും ധാർഷ്ട്യം കാണിക്കുന്നത് എന്ന് എനിക്ക് മറുപടി പറയാൻ സാധിക്കുന്ന കാര്യമല്ല. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഭിന്നശേഷിക്കാർ അവർ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ സപ്പോർട്ട് അർഹിക്കുന്നവരാണ്. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട് പോകാവുന്നവരാണ്. അപ്പം അങ്ങനെ പോകാതെ അവരെ മുഖ്യധാരയോട് ചേർത്ത് പിടിക്കേണ്ടതാണ്. ആ ശ്രമം നല്ലത് തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ മാനേജ്മെൻറ്റുകളെല്ലാം ആവശ്യമായ സീറ്റുകൾ മാറ്റിയിട്ടിട്ടുമുണ്ട്. ആ സ്ഥിതിക്ക് തീർച്ചയായും ബാക്കി അധ്യാപകർ 16,000-ഓളം അധ്യാപകർ അവരുടെ അപ്പോയിൻമെൻറ്റ് അംഗീകരിച്ച് ഇവിടെ കേട്ട, ഇപ്പം ഞാൻ വിചാരിക്കുന്നതിനപ്പുറത്താണ് ഇപ്പോൾ ഈ പ്രതികരണങ്ങൾ കേട്ടപ്പോൾ അധ്യാപകരുടെ അവസ്ഥ. ഇപ്പം ഞങ്ങളൊക്കെ 2000 കയറിയതാണ്, 2 വർഷം ശമ്പളം ഇല്ലാതിരുന്നു. അന്നത്തെ ആ ബുദ്ധിമുട്ട് ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പം അന്നത്തെ കാലത്ത് ശമ്പളം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കോട്ടയത്ത് നിന്ന് ഒരു വണ്ടി നിറയെ അധ്യാപകരെ തിരുവനന്തപുരത്ത് പോയി MLA ഹോസ്റ്റലിലും ഒക്കെ കണ്ട്, ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ കണ്ട് അവരോടൊക്കെ സംസാരിച്ചതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഇവരെ അനുഭവിച്ചതുള്ള അത്രയും തീവ്രമല്ലെങ്കിലും ഞങ്ങളും ഈ ഒരു സിറ്റുവേഷനിലൂടെ 2000 ആണ്ടിൽ കടന്നു പോയതാണ്. എന്തായാലും ഈ അധ്യാപകരുടെ നില ഏറെ പരിതാപകരമാണ്. ഇവരുടെ തീർച്ചയായിട്ടും ഒരു അധ്യാപകരുടെ സമൂഹത്തിലെ പ്രാധാന്യം നോ സൊസൈറ്റി ക്യാൻ റൈസ് എബോവ് ദ ലെവൽ ഓഫ് ഇറ്റ്സ് ടീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. അധ്യാപകരുടെ ധാർമ്മിക നിലവാരമാണ് ഒരു സമൂഹത്തിൻ്റെ ധാർമ്മിക നിലവാരം. ആ ധാർമ്മിക നിലവാരം കീപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് അത്യാവശ്യം. അപ്പോൾ വേറൊന്നും വേണ്ട, അവർ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ നിലയിലേക്ക് ഗവൺമെൻറ് വരണം. ഇവരുടെ ഈ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതങ്ങൾക്ക് അറുതി വരുത്തണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. താങ്ക് യു. ഞാൻ ടോം സാറിലേക്ക് വരികയാണ്. സാർ, നമുക്ക് ഈ ഭിന്നശേഷി സംവരണം അത് മാത്രമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ അവരുടെ ചില കുറവുകൾ മറച്ചു വെക്കാനുള്ള ഒരു അജണ്ടയാണ്, അല്ലെങ്കിൽ മൂടുപടമാണ് ഈ ഭിന്നശേഷി സംവരണം എന്ന ഒരു വാദഗതി? അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ എയ്ഡഡ് മേലെ അപ്പാടെ അങ്ങ് തകർക്കുവാനുള്ള ഒരു അജണ്ട അണിയറയിൽ ഒരുങ്ങുന്നുണ്ടോ? യഥാർത്ഥത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശ്വാസം മുട്ടിക്കുന്ന സമീപനവുമായിട്ടാണ് ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. കാരണം ഒരു ക്രൈം ത്രില്ലർ സീരീസിനെ വെല്ലുന്ന രീതിയിലുള്ള നിലപാടുകൾ, തീരുമാനങ്ങൾ, നടപടിക്രമങ്ങളുമായിട്ടുമാണ് ഈ വിഷയത്തിൽ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. വലിയൊരു ക്രൈമാണ് ഇവർ ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമുക്കറിയാം, ഏറ്റവും അവസാനം ഇന്നത്തെ പത്രവാർത്ത, അത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, പത്രത്തെ നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല അർത്ഥത്തിൽ. അതിൽ പറഞ്ഞിട്ടുള്ളത് ഭിന്നശേഷിക്കാരായ ഈ അധ്യാപകരുടെ ഈ വിഷയത്തെ, സംവരണ വിഷയത്തെ പശ്ചാത്തലത്തിൽ മറ്റ് അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകാൻ കഴിയുമോ എന്നുള്ള നിയമോപദേശം തേടാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെന്നാണ് ഇന്നത്തെ വാർത്തയിൽ നമ്മൾ കണ്ടത്. എന്തൊരു കോമഡിയാണിത്, എന്തൊരു വിരോധാഭാസമാണിത്. നമുക്കറിയാം, ഈ കാര്യത്തിൽ സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് വിധി പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ ഇവിടെ സാറ് സൂചിപ്പിച്ച് കഴിഞ്ഞത് അത് എനിക്കൊന്ന് AGയുടെ നിയമോപദേശം ഉണ്ടെന്നാണ്. എനിക്കൊന്ന് ഏത് തരം കണ്ണാടി വെച്ചിട്ടാണ് ഇത് വായിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്നിപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, മന്ത്രി വളരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ കാണാൻ പോയപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഈ കാര്യത്തെക്കുറിച്ചൊരു കൈപ്പുസ്തകം ഇപ്പോൾ വരുന്നുണ്ട്, എല്ലാത്തിനും കാര്യമായിട്ട് പരിഹാരം ഉണ്ടാകാൻ പോകുമെന്ന് പറഞ്ഞേ. ഈ കൈപ്പുസ്തകം നമ്മുടെ കയ്യിലിരുന്നുകൊണ്ട് എന്ത് തീരുമാനം ഉണ്ടാകാനാണ്? ഈ കാര്യത്തിൽ ആരാണ് തീരുമാനമെടുക്കേണ്ടത്? ആരാണോ തീരുമാനമെടുക്കേണ്ടത്, ആരാണോ മുൻകൈ എടുക്കേണ്ടത്, അദ്ദേഹം തന്നെയാണ് ഇതിന് വാസ്തവത്തിൽ വിഘാതമായിട്ട്, തടസ്സമായിട്ട് നിൽക്കുന്നതെന്ന് ഒന്ന് കണ്ണാടി നോക്കുക, വേറെ ഒരു നിലക്കണ്ണാടി നോക്കി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക.
മനുഷ്യനെ കാണാൻ ശ്രമിക്കുക. മനുഷ്യൻ അധ്യാപകരുടെ ഈ നമ്മൾ ഈ ഞങ്ങൾ അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന് പറഞ്ഞൊരു കഥ, ഒരു നാടകം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഈ അഗ്നിവർണ്ണൻ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊന്നു എന്ന് ഉള്ളൊരു പരാമർശമുണ്ട് ഒരു സ്ഥലത്ത്. അപ്പോൾ അദ്ദേഹം ആ നാടകത്തിലെ വേറൊരു കഥാപാത്രം പറയുന്നത്, നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ഈ ധാർമ്മികരായ അദ്ദേഹത്തിൻ്റെ വംശത്തിലെ മൊത്തം ആളുകളെയും വധിച്ചു എന്ന തരത്തിലാണ് അവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളമല്ല, ലോകം എമ്പാടും വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. വാസ്തവത്തിൽ ഇവർ നേരത്തെ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ഈ കന്യാസ്ത്രീ വിഷയത്തിൽ നമ്മൾ ജാർഖണ്ഡിൽ നടന്ന ആ പ്രശ്നത്തിൽ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള MP-മാർ നമ്മുടെ പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വാസ്തവത്തിൽ ഇവർ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇവർ കടമനിട്ട് പറഞ്ഞ കാര്യം ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാക്കണം. നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ഓർക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഉയരുന്ന മുറവിളി, നിലവിളി അത് ധാർമ്മികമാണ്, അത് എല്ലാ തരത്തിലും നീതിപൂർവകമാണ്. എനിക്കൊന്ന് അതിൽ നിന്ന് അവർക്ക് മുഖം മറച്ച് മാറി നിൽക്കാനൊന്നും കഴിയുകയില്ല. അതേ സമയത്ത് അത് നീട്ടിക്കൊണ്ട് പോകാൻ കഴിയുമായിരിക്കും. വാസ്തവത്തിൽ വൈകി വരുന്ന നീതിയും അനീതിയാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഇത് കൊച്ചുകുട്ടിക്കാണ് അറിയാത്തത്. ഒരു തരത്തിലുള്ള യുക്തിയും നിലനിൽക്കാതെ ഒരു സാമാന്യ നഴ്സറി ലെവലിലുള്ള ബുദ്ധിയുടെ ഒരു അവസ്ഥ പോലും അവഗണിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ് പുലർത്തുന്ന അനാവസ്ഥ, അത് അവർക്ക് ആത്മാർത്ഥത, ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ടുള്ള ആത്മാർത്ഥതയില്ലായ്മയാണ്. ആ ആത്മാർത്ഥതയില്ലായ്മ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഉയർത്തിയ പ്രശ്നം. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അത് ഇവരുടെ പിടിപ്പുകേടാണ് ആദ്യത്തേത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഒരു വിഷയത്തെ പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മ എന്ന് പറയുന്നത് ഒരു എല്ലാ തരത്തിലുള്ള ബഹുമാനത്തോടു കൂടി തന്നെയാണ് അത് പറയേണ്ടി വരുന്നത്. ആ അറിവില്ലായ്മ ഉണ്ടാകുന്നത് അതിന് തീർച്ചയായിട്ടും ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസം കൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗം കൊണ്ട് ഉണ്ടാകേണ്ട ഒരു മൂല്യവർദ്ധിത സമൂഹമുണ്ട്, ഒരു സാംസ്കാരിക സമൂഹമുണ്ട്. ആ സമൂഹം എങ്ങനെയാണ് രൂപപ്പെടേണ്ടത് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യവും ധാരണയില്ലായ്മയുമാണ് അതിൻ്റെ കാരണം. പിന്നെ ഇതിനകത്ത് നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുണ്ടായി. ഇപ്പം ഞാൻ തന്നെ വരുന്നത് കൈപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് പൂതത്തിൽ തൊമ്മിയച്ചൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, എനിക്കൊന്ന് കേരളത്തിൽ ഒരു ഭാഗത്തും ചിന്തിക്കാത്ത ഒരു ഘട്ടത്തിൽ ഭിന്നശേഷിക്കാരായ വനിതകൾക്ക് വേണ്ടിയിട്ട് ഒരു അസൈലം സ്ഥാപിച്ച എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തു നിന്നാണ്, അവിടുന്ന് ഞാൻ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ, അത് ക്രൈസ്തവർ മാത്രമല്ല എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ആ ഒരു ദൗത്യം അതിൻ്റെ എല്ലാ തികവോടും കൂടി പൂർത്തീകരിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് സമൂഹത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവർ. അപ്പോൾ നമ്മൾ ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് എതിരാണ് എന്ന് പറയുന്നത് അസാധ്യമായ അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് പോലത്തെ ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നീട്ടിക്കൊണ്ട് പോകാനായിട്ടുള്ള തന്ത്രങ്ങളുടെ മെനയലിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. നമുക്കറിയാം, കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഈ കാര്യത്തിലെടുത്തിട്ടുള്ള നിലപാട് അത് പൊതുസമൂഹത്തെയും മാധ്യമങ്ങളെയും കഴിഞ്ഞ ദിവസങ്ങളിലെ തെരുവുകളിൽ ഞങ്ങളത് അറിയിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ നിന്ന് ഒരു ചുവട് കൂടി ഞങ്ങൾ പുറകോട്ട് പോകാനായിട്ട് തയ്യാറല്ല, മുമ്പോട്ട് തന്നെ പോകും. ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ ധാർമ്മിക സമരത്തിന് എല്ലാ ഭാഗത്തു നിന്നുമുള്ള വലിയ സ്വീകാര്യത അല്ലെങ്കിൽ അതിനുള്ള പിന്തുണ ആശാവഹമാണ്. എനിക്ക് തോന്നുന്നത് ഈ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം അഭിവന്ദ്യ ക്ലിമീസ് പിതാവുമായിട്ട് നടത്തിയ ചർച്ചയിൽ ആശാവഹമായ പുരോഗതി ഉണ്ടാകുമെന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. അതങ്ങനെ തന്നെ സംഭവിക്കേണ്ടതുണ്ട്. അങ്ങനെയല്ല എങ്കിൽ കേരളത്തിൻ്റെ ഒരു ധാർമ്മിക മനസാക്ഷി അത് ഉയരുക തന്നെ ചെയ്യും. അധ്യാപകരെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് ഇനി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകരെ ഞങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ്. അവർക്ക് ഇത്തരത്തിൽ വേദനിപ്പിക്കുന്ന സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകില്ല. അത് കൂടുതൽ ശക്തമായിട്ടുള്ള കഴിഞ്ഞ ദിവസം ഞങ്ങൾ അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാനത് അവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് അഭിവന്ദ്യ പിതാക്കന്മാരും അല്ലെങ്കിൽ KCBCയുടെ വേണ്ടപ്പെട്ട അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ആലോചിച്ചതിൻ്റെ തുടർ നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണെന്ന് പറയാൻ. ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയത്തിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൽ ഈ ടീച്ചേഴ്സിൻ്റെ അധ്യാപകരുടെ ഈ രോഷം പ്രതിഫലിപ്പിക്കും എന്ന ഒരു നടപടി അത്തരം സാഹചര്യത്തിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ടോ? വാസ്തവത്തിൽ ഇതിൽ തെറ്റിദ്ധരുത്താനായിട്ടുള്ള സമയം ഇനിയുമുണ്ട്.
അപ്പം നമ്മൾ വാസ്തവത്തിൽ നമ്മളൊരു ഗിൽഡിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള എല്ലാ വിഭാഗത്തിലുള്ള രാഷ്ട്രീയക്കാരുണ്ട്. നമുക്കറിയാം നമ്മുടെ സമരങ്ങളുടെ തന്നെ ഭാഗമായിട്ട് പല കോണുകളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളെ കൂടി അതിൽ ഉൾപ്പെടുത്തണം. നമുക്കറിയാം ഏത് രാഷ്ട്രീയത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ പ്രതിപക്ഷമാണ് അതിൽ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ പല രാഷ്ട്രീയങ്ങളുണ്ട്. ആരാണ് അവിടെ വരാത്തത്? ഞങ്ങൾ ആരെയും അവിടെ വിളിക്കാൻ തൽക്കാലം ആദ്യത്തെ ഒരു സമയം, അല്ലെങ്കിൽ ആദ്യത്തെ സമയമല്ല നമുക്കറിയാം, എങ്കിൽ പോലും ആ സമയത്ത് നമ്മൾ തുനിഞ്ഞിട്ടില്ല. കാരണം അതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഉന്നയിക്കാനോ പറയാനായിട്ടോ ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അതേസമയത്ത് അതിന് രാഷ്ട്രീയത്തിൻ്റെ നിറം കലർത്തി അതിനോട് പ്രതികരിച്ചത് വാസ്തവത്തിൽ മന്ത്രി തന്നെയാണ്. അപ്പോൾ അത് ദയനീയമാണ്. അങ്ങനെയല്ല എന്ന് പൊതുസമൂഹത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും എന്തായാലും നല്ല ബോധ്യമുണ്ട്. അതേസമയത്ത് സ്വാഭാവികമായിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭരണകൂടം അല്ലെങ്കിൽ ഇവിടുത്തെ ഈ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങളും അതിൻ്റെ എല്ലാ നന്മയോടുകൂടി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് എതിരെ നിലപാടെടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് ചിലപ്പോൾ അത്തരത്തിൽ അധ്യാപകർക്ക് പ്രതികരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതിന് സംശയവും വേണ്ട. ഓക്കെ, യെസ്, നമ്മൾ സമയം അതിക്രമിച്ചതുകൊണ്ട് ലാസ്റ്റായിട്ട് ഓഡിയൻസിലേക്കുള്ള ലാസ്റ്റ് റൗണ്ടിലേക്ക് വരികയാണ്. പ്രതികരിക്കാത്തവർക്ക് പ്രതികരിക്കാനുള്ളൊരു അവസരമാണ്. ചുരുങ്ങിയ വാക്കുകളിൽ ഈ വിഷയത്തിൽ നിങ്ങൾ വ്യക്തിപരമായി നേരിടുന്ന വിഷയങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് പ്രതികരിക്കാം. നമസ്കാരം, എൻ്റെ പേര് സാഗര. പാലാ രൂപതയിലെ നീലൂർ സെൻറ്റ് ജോസഫ് UP സ്കൂളിൽ നിന്നാണ് വരുന്നത്. എനിക്കിവിടെ പറയാനുള്ളത്, നമ്മൾ ഈ ഒരു വിഷയത്തെ വൈകാരികമായി കാണേണ്ട സമയം കഴിഞ്ഞു. നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടല്ല ഇപ്പോൾ പരിഹാരം ഉണ്ടാവാത്തത്. നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ടല്ല. നമ്മൾ നമ്മുടെ കണ്ണീരോടുകൂടി കാര്യങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ വേണമെങ്കിൽ കണക്കെടുത്തു കൊണ്ടുവാ, സുപ്രീം കോടതി പോ, ഇനി കൈപ്പുസ്തകം വരുന്നു, കോടതിയിൽ പോ തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ അത് അർഹിക്കുന്ന രീതിയിൽ അതിന് മറുപടി കൊടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ആർക്കും, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തട്ടിക്കളിക്കാനുള്ള ഒരു വസ്തുവാകരുത്. ഇത് നമ്മുടെ ജീവിതമാണ്, നമ്മളിലൂടെ അടുത്ത തലമുറയുടെയും ജീവിതമാണ്. ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരുന്നു, ഇനി ഞങ്ങൾ വരുമ്പോൾ അത് ശരിയാക്കാം. ഇവിടെ നിലവിലുള്ള സിസ്റ്റം അതിന് പോരാ. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ജീവിതമാണ്. പറയുമ്പോൾ ഫയലിലുള്ളതാണ്, അതിലാണ് ജീവിതം എന്ന് പറയുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ച് 3 വർഷം ഡിഗ്രി, 2 വർഷം PG, 2 വർഷം B.Ed കേട്ടിട്ട് കേട്ടിട്ടായിക്കോട്ടെ. തുടർന്ന് PSC പരീക്ഷ എഴുതുന്നു. പല റിസർവേഷൻ കാറ്റഗറി വിളിച്ചിട്ടും ഉയർന്ന റാങ്ക് ഉണ്ടായിട്ട് പോലും നമ്മുടെ ജനറൽ കാറ്റഗറിയിലേക്ക് വരുന്നില്ല. അതിനുശേഷം ഞാൻ വിശ്വസിക്കുന്ന, എന്നെ വളർത്തിയ, എൻ്റെ കുടുംബം ചേർന്ന് നിൽക്കുന്ന ക്രൈസ്തവ മാനേജ്മെൻറ്റ്, ഞങ്ങളുടെ പാലാ രൂപത യാതൊരുവിധ അഴിമതിയും നടത്താതെ 100% നീതിയോടുകൂടി പരീക്ഷ എഴുതി പാസ്സായി കുട്ടികളെ പഠിപ്പിക്കുവാൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വരുന്നു. നമ്മൾ അതനുസരിച്ച് ജോലിയിൽ പ്രവേശിക്കുന്നു. കുടുംബം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാറ്റിവെക്കുന്നു. എന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കന്മാരുള്ള നീതി മാറ്റിവെക്കുന്നു. ഇതെല്ലാം മാറ്റിവെച്ച് ചിന്തിച്ചാലും ഒരു സാധാരണക്കാരി എന്ന നിലയിൽ പഠിച്ചു, ജോലി എവിടെ? ആ ഒരു ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം വേണ്ടത്. അത് കിട്ടുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്, ഇനി എന്ത് ചെയ്യണം? ആ ഒരു മറുപടിയാണ് ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ കരഞ്ഞുകൊണ്ട് നിന്നാൽ കണ്ണീരിനെ സമയം കാണുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണർന്നു പ്രവർത്തിക്കുക. ഏത് രീതിയിലാണ്, ഏത് രീതിയിൽ വേണം എന്ന ചിന്തയ്ക്കാണ് ഇവിടെ പ്രസക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. വേണ്ട കണക്കെടുപ്പുകൾ നമ്മൾ തന്നെ മുൻകൈയെടുത്ത് നടത്തണം. എവിടെയാണോ ചെല്ലേണ്ടത് അവിടെ ചെല്ലണം. നമ്മളെ കളിയാക്കുന്നവരുടെ മുൻപിൽ അത് കേട്ട് തല കുമ്പിട്ട് കണ്ണുനീരോടുകൂടെ നിൽക്കുന്നതിൽ പ്രസക്തിയില്ല എന്ന് തോന്നുന്നു. വളരെ പ്രസക്തമായിട്ടുള്ള വാക്ക്. ഞാൻ സിസ്റ്റേഴ്സിൻ്റെ പ്രതികരണം ഒന്ന് തേടുകയാണ്. കാരണം സിസ്റ്റേഴ്സിനൊപ്പം വർക്ക് ചെയ്യുന്ന അൽമായ സഹോദരങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. ഇപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രാതിനിധ്യം പ്രതീക്ഷിക്കും. എൻ്റെ പേര് സിസ്റ്റർ പ്രിയ, സെൻറ് ആൻഡ് സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സാണ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 9 വർഷമായിട്ട് നിയമനം നടക്കാത്ത ഒരു ടീച്ചറിൻ്റെ കണ്ണുനീര് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു വേദനയുണ്ടായി. കാരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സെഷനെ വിളിച്ചപ്പോൾ ഉണ്ടായ സംഭവം. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഇനി മുതൽ ഞാൻ ജോലിക്ക് വരുന്നില്ല. പക്ഷേ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ടീച്ചറാണ്. അതോടൊപ്പം തന്നെ ഒരു 9 പേരോളം ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്നവർ. പക്ഷേ ബാക്കി ഫുൾ സാലറി വാങ്ങുന്ന എല്ലാ അധ്യാപകരെക്കാളും കൂടുതലായി എന്ന് വേണേൽ പറയാം. അവരതുപോലെ അധ്വാനിക്കുകയാണ്. ഓരോ നിമിഷവും എൻ്റെ പ്രാർത്ഥനയിൽ അവരുണ്ട്. എങ്കിൽ പോലും ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. ഇതിനുവേണ്ടി എന്ത് വെല്ലുവിളി സ്വീകരിക്കാനും തയ്യാറാണ്, മുമ്പിലേക്ക് ഇറങ്ങാനും തയ്യാറാണ്. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുവാനും ഞങ്ങളെല്ലാവരും മുന്നിലുണ്ട്. ഇതിന് പരിഹാരം ഉണ്ടാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു. തീർച്ചയായും ഒറ്റ ചെറിയ പോയിന്റ് പറയാം ജോർജ്. അതായത് നമ്മൾ ഇനി ചർച്ചകളിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്നിപ്പോൾ സർക്കാർ പ്രയോഗിക്കുന്ന അവസാനത്തെ തന്ത്രം, ഒന്ന് പിതാക്കന്മാരെ ചർച്ചയ്ക്ക് വിളിച്ചു, അല്ലെ ബന്ധപ്പെട്ട മാനേജ്മെൻറ്റുകളുമായിട്ട് ചർച്ച.
2 സുപ്രീം കോടതിയിൽ പോകുന്നു. ഇത് രണ്ടും ദുരൂഹവുമാണ്, അപകടകരവുമാണ്. നമ്മളെ ശ്രദ്ധിക്കണം. ചർച്ചയ്ക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഏത് കാര്യത്തിൽ ചർച്ച എന്നുള്ളത്, ഏത് പോയിന്റിൽ ചർച്ച. നമ്മളിപ്പോൾ ഉദാഹരണം മുമ്പുണ്ടായ ഒരു 50-50 സംവരണം എന്നുള്ള സീറ്റിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഓക്കെ, 50-50 എന്നോട് യോജിപ്പില്ലെങ്കിൽ 60-40, 70-30 ചർച്ചയ്ക്ക് ഒരു പോയിൻ്റുണ്ട്. ഇവിടെ ഒരു പോയിൻ്റില്ല ചർച്ചയ്ക്ക്. ഏകപക്ഷീയമായി സർക്കാർ മാത്രം തീരുമാനമെടുക്കേണ്ട കാര്യത്തിൽ നമ്മൾ എന്ത് കാര്യത്തിനാണ് ചർച്ചയ്ക്ക് പോകുന്നത്? നമ്മൾ ചുമ്മാ പോയി ഇരിക്കാനേ ഉള്ളൂ. കാരണം നമ്മളിനി ചെയ്യാനൊന്നുമില്ല. ഒരാൾ മാത്രമേ ചെയ്യാനുള്ളൂ, സർക്കാർ മാത്രം. അവിടെ ഒരു ചർച്ചയ്ക്ക് ആ തരത്തിൽ പ്രസക്തിയില്ല. തീരുമാനം മാത്രം മതി. ഒന്ന്. രണ്ടാമത്തേത്, വീണ്ടും സുപ്രീം കോടതിയിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് സർക്കാർ നല്ലപോലെ ക്ലാരിഫൈ ചെയ്യാൻ നമ്മൾ പറയണം. കാരണം എന്തിന് സുപ്രീം കോടതിയിൽ പോകുന്നു, ഏത് പോയിന്റ് വെച്ച് പോകുന്നു? ഇതിൻ്റെ വളരെ ഗൗരവമായ കാര്യമാണ് ഈ തരുണത്തിലെന്ന് നമ്മളെല്ലാവരും ജാഗ്രത പുലർത്തേണ്ടതാണ്. ടീച്ചർ പറഞ്ഞ പോലെ ആരും കരയണ്ട. നമ്മളെല്ലാവരും അധ്യാപകർക്ക് വേണ്ടിയാണ്. നമ്മൾ വിജയം വരെ പോരാടും. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും വിജയം വരെ പോരാടണം. ഞാൻ സെൻറ് ആൻസിലെ അധ്യാപകനായിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛൻ കൂടിയുടെ അച്ഛനിലേക്ക് വരുന്നു. എന്തായാലും ഒരു കാര്യം പറയാതെ പോകാൻ എനിക്ക് പറ്റില്ല. കാരണം ഗവൺമെൻറ് പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷൻസും എല്ലാ ടേംസും കണ്ടീഷൻസും നടപ്പിലാക്കിക്കൊണ്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവർ സ്വായത്തമാക്കിക്കൊണ്ട് ഈ അധ്യാപന മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് ഔദാര്യമല്ല, അതവരുടെ അവകാശമാണ്. ഈ അവകാശം അവർക്ക് കിട്ടിയേ മതിയാകൂ. ഇത് ജനാധിപത്യ രാജ്യമാണെങ്കിൽ ഈ അവകാശം അവർക്ക് കിട്ടിയേ പറ്റൂ. എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഞാനൊരു അധ്യാപകനാണ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ഒരു ദിവസം രാത്രി 10:30 മണിക്ക് ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു തട്ടുകടയിൽ ദോശ കഴിക്കാനായിട്ട്, രാത്രി ഫുഡ് കഴിക്കാനായി കയറിയപ്പോൾ അവിടെ പൊറോട്ട അടിക്കുന്നു. അപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്കറിയാം അവൻ അവിടെ അടിക്കുന്നുണ്ട് എന്നെനിക്കറിയാൻ. കാരണം അവന് ഇതുവരെയും പാസ്സായിട്ടില്ല, വേറെ വഴിയില്ല. ഒരു ഭിന്നശേഷിക്കാരൻ സഹോദരനടക്കം 2 സഹോദരങ്ങളുണ്ട്, അപ്പനും അമ്മയും മരിച്ചുപോയ ഒരാളാണ്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ചെയ്യുന്നു. പോരാൻ നേരത്ത് അവൻ എന്നോട് എൻ്റെ ചെവി പറയാച്ച അവർ 5000 രൂപ കടം തരണം നാളെ. ഞാൻ ചോദിച്ചു എന്താ കാര്യം? വീടിൻ്റെ ഓട് പോയി, ഇടാനില്ല, നമുക്ക് ഈ ടാർപോളിനൊന്ന് വലിച്ചു കെട്ടാനാണ്. ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടു നേരിട്ട് അത് വലിച്ചു കെട്ടി വച്ചിരിക്കുന്നു. 2 വർഷം മുമ്പുള്ള സംഭവമാണ്. എത്ര ദയനീയമാണ്! ഇതുപോലെ ദയനീയമായി ഈ ജോലി ചെയ്യുന്ന സഹോദരങ്ങളെ ആക്കുന്നത് തീർത്തും തെറ്റാണ് എന്ന് തറപ്പിച്ച് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഗവൺമെൻറ് വളരെ അനുഭാവപൂർണമായി ഇതിൽ ഇടപെടണം എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. താങ്ക് യു. വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് അച്ഛൻ വിവരിച്ചത്. ഞാൻ ബിപിൻ സാറിലേക്ക് വരികയാണ്. ബിപിൻ സാർ, പലപ്പോഴും ഇത്തരത്തിലുള്ള ടീച്ചേഴ്സുകളുടെ പ്രതിഷേധ പ്രകടനങ്ങളിൽ വളരെ വികാരനിർഭരമായിട്ട് പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ വികാരനിർഭരമായിട്ടുള്ള പ്രസംഗം നടത്താനുള്ള ഒരു ഊർജ്ജം, ആ ഒരു പ്രേരണ എന്താണ്? മാത്രമല്ല നമുക്കൊരു കൺക്ലൂഡിങ് സെഷനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കൂടി അങ്ങേക്ക് പങ്കുവയ്ക്കും. താങ്ക് യു. ഞാൻ ഇപ്പം സാറ് ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് വികാരഭരിതമായിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. കാരണം എൻ്റെ ഉള്ളിൽ തീയാണ് കിടക്കുന്നത്. ആ തീയുള്ളപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഭാവവും എല്ലാം അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചിരിക്കാൻ തന്നെ മറന്നുപോയി. കുട്ടികളുടെ മുന്നിൽ ഒരു യന്ത്രമനുഷ്യനെ പോലെയാണ് ഞാൻ അടക്കമുള്ള പല അധ്യാപകരും നിൽക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായിട്ടുള്ള 2-3 വ്യക്തിപരമായ അനുഭവങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി എനിക്ക് പരിചയമുള്ള കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തെ ഞാൻ ആരുടെയും പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എങ്ങനെ പോകുന്ന കാര്യങ്ങൾ? അപ്പം അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പെയിൻറ്റ് പണിക്ക് പോവാണ് സാറേ എന്ന് പറഞ്ഞു. സാറേ, കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അനുഭവം ഉണ്ടായി. കാരണം ഞാൻ പെയിൻറ്റ് പണിക്ക് പോയി രാത്രിയിലാണ് പോകുന്നത്. കാരണം പകൽ പഠിപ്പിക്കാൻ പോകണം, രാത്രിയിലും ഒക്കെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുണ്ട്. അപ്പോൾ അവിടെ ഒരു ദിവസം ഒരു വീട്ടിൽ പെയിൻറ്റ് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നേരെ ജനലോടെ നോക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞ്. അപ്പോൾ എനിക്ക് അവിടെ തന്നെ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടാനാണ് തോന്നിയത് എന്ന് അധ്യാപകൻ പറഞ്ഞു. കാരണം പഠിപ്പിക്കുന്ന കുട്ടി എന്നിട്ട് പിറ്റേ ദിവസം ചെന്ന് ചോദിച്ചു, സാറെന്താ അവിടെ കണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അധ്യാപകൻ തൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ തൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പോൾ അധ്യാപകരുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ കുട്ടികൾക്കും സമൂഹത്തിനും എല്ലാം തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി രണ്ടാമതായിട്ട് സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് കളക്ടറേറ്റിൽ വെച്ച് ഒരു ധർണ നടത്തുകയുണ്ടായി. അന്നും എനിക്ക് ഇതുപോലെ സംസാരിക്കുവാൻ വേണ്ടി ഒരു അവസരം തരികയുണ്ടായി. ഞാൻ അന്നും സാർ പറഞ്ഞ പോലെ വികാരഭരിതമായിട്ട് തന്നെ സംസാരിച്ചു.
ആ വികാരഭരിതമായുള്ള സംസാരം കഴിഞ്ഞ് ഞാൻ പുറകോട്ട് നിൽക്കുമ്പോൾ ഒരു 40-45 വയസ്സുണ്ട്. ടീച്ചറുടെ എല്ലാം പാസ്സായ ടീച്ചറാണ്. അന്ന് പാസ്സായ ടീച്ചർമാരും കൂടെ നമുക്ക് പിന്തുണ തരണമെന്ന് എല്ലാ മാനേജ്മെൻറ്റുകളും പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ടീച്ചർ വന്ന് എൻ്റെ ഈ ഉരത്തിൽ ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ആ ടീച്ചർ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ പറയേണ്ട കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. കാരണം എൻ്റെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യമേ എൻ്റെ കല്യാണം കഴിയുമ്പോൾ ഇതുപോലെ ശമ്പളം പാസ്സായിട്ടില്ലായിരുന്നു. എല്ലാ ദിവസവും ഞാൻ രാവിലെ പോകുന്നു. ഞാൻ വളരെ ഒരു ഓപ്പണായിട്ട് തന്നെ പറയുകയാണ്, എൻ്റെ അമ്മായിയമ്മ എല്ലാവരോടും പറഞ്ഞു അവർ വേറെന്തോ പണിക്ക് പോകുന്നതാണ് എന്നുള്ള വാചകം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു. എനിക്കത് വളരെ ഇൻസൾട്ടായി. കാരണം നമ്മൾ വളരെ പവിത്രമായൊരു പ്രൊഫഷനിൽ ഏർപ്പെട്ട് കുട്ടികൾക്ക് 4 അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുവാനാണ് പോകുന്നത്. അതിനെ എൻ്റെ അമ്മായിയമ്മ മോശമായ വാക്കുകൾ ഉപയോഗിച്ചു. എനിക്ക് പിന്തുണ തരും എന്ന് വിചാരിച്ച എൻ്റെ ഹസ്ബൻഡ് പോലും നിനക്ക് ഇതുവരെ ഒന്നും ആകാറായില്ലേ, നീ എന്തിനാ പോകുന്നേ എന്ന് പറഞ്ഞ് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തു എന്നാണ് ആ ടീച്ചർ എന്നോട് പറഞ്ഞത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ അധ്യാപകരുടെ ഏറ്റവും വലിയ ഒരു ദുരവസ്ഥയാണ് ഈ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഭിന്നശേഷി സഹോദരങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ സഹോദരങ്ങൾ തന്നെയാണ്. അവർക്ക് അവകാശങ്ങൾ കൊടുക്കണം. അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്. ഇവിടെ ആരും ഭിന്നശേഷി സഹോദരങ്ങൾക്കെതിരല്ല. അവർക്കും തീർച്ചയായിട്ടും പഠിപ്പിക്കാനുള്ള അവസരം എല്ലാം കൊടുക്കണം. പക്ഷേ സർക്കാരും മറ്റു ചില നിഗൂഢ ശക്തികളും നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളൊക്കെ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് എതിരാണെന്നുള്ള രീതിയിൽ കുപ്രചരണം വ്യാപകമായിട്ട് അഴിച്ചുവിടുകയാണ്. ഇവിടെ ഭിന്നശേഷിക്കാർക്ക് കൊടുക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ ദീപികയിൽ ആർട്ടിക്കിൾ നിങ്ങളെല്ലാവരും വായിച്ചു കാണും. ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ്റെ ആർട്ടിക്കിളായിരുന്നു. എല്ലാ മാനേജ്മെൻറ്റുകളും കൃത്യമായി ഭിന്നശേഷിക്കായി നീക്കി വെച്ചിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം മാനേജ്മെൻറ്റുകൾ നീക്കി വെച്ചിട്ടില്ല, അവരുടെ അലംഭാവമാണെന്ന് പറഞ്ഞു. എൻ്റെ കോർപ്പറേറ്റ്, ഞാൻ പാലാരൂപതയിൽ നിന്നാണ് വരുന്നത്, 63 സീറ്റുകളോളം നമ്മൾ ഭിന്നശേഷി സഹോദരങ്ങൾക്കായി നീക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഗണ്യമായ രീതിയിൽ നിയമനം നടത്തുകയും ചെയ്തു. ബാക്കി തൊഴിൽ വകുപ്പിൽ നിന്നും എംപ്ലോയ്മെൻറ്റിൽ നിന്നൊക്കെ സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് നടത്തേണ്ടത്. അവരത് നടത്തത്തുമില്ല. എന്നിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി പറയുന്നു ഈ കാര്യത്തിൽ വ്യക്തത തേടുവാനായി ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെന്ന്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ സമയം 5:28. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ സമയം 5:28 എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ വേറൊരാളോട് ചോദിക്കട്ടെ, അയാളും കൂടെ ചോദിച്ചാൽ 5:28 നിങ്ങൾ പറയാമല്ലോ. കാരണം സാമാന്യ ബോധ്യമുള്ള എല്ലാവർക്കും അറിയാം ഇപ്പോൾ സമയം 5:28 ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി പറയുകയാണ്, സുപ്രീം കോടതിയിൽ വിധിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സമാന സ്വഭാവമുള്ള എല്ലാ സൊസൈറ്റികൾക്കും ഈ NSSന് കൊടുത്ത വിധി ബാധകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുവാണ് അതിൽ വ്യക്തത തേടാൻ വേണ്ടി ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. ഒന്ന് ഓർത്തു നോക്കുക, തീർച്ചയായിട്ടും ജനപക്ഷ സർക്കാർ, ജനങ്ങളുടെ ക്ഷേമം തേടേണ്ട സർക്കാർ നമ്മൾ അധ്യാപകരടങ്ങുന്ന ഈ സമൂഹത്തെ കുത്തി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തിടെ ഒരു സംഭവം ഉണ്ടായി. മലയാളികളുടെ അഭിമാനമായ ലാലേട്ടൻ മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കുകയുണ്ടായി. നല്ല കാര്യം, ശ്രീ മോഹൻലാലിനെ ആദരിക്കുക തന്നെ വേണം. പക്ഷേ അദ്ദേഹത്തെ ആദരിച്ച വകയിൽ സർക്കാരിനുണ്ടായ ചെലവ് എത്രയാണെന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. 2 കോടി രൂപ. ഒന്നോർത്തേക്ക്, ഇതൊരു 10 ലക്ഷത്തെ തീർക്കത്തില്ലേ? പോട്ടെ, അങ്ങേറ്റം പോയി 50 ലക്ഷത്തെ തീർക്കത്തില്ലേ? ബാക്കി 1.5 കോടി രൂപയുണ്ടല്ലോ. ആ 1.5 കോടി രൂപ കൊണ്ട് മിനിമം ഒരു 10-20 അധ്യാപകരുടെ പ്രശ്നം തീർത്തു കൊടുക്കത്തില്ലേ? അതെങ്കിലും ഇവർക്ക് ചെയ്തുകൂടെ? അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ മാനേജ്മെൻറ്റിലെ എങ്കിലും, ഈ കോർപ്പറേറ്റുകളുടെ വിട്ടേക്ക് ഒരു സിംഗിൾ മാനേജ്മെൻറ്റിലെങ്കിലും അധ്യാപകർക്ക് അവർക്ക് ഗണ്യമായ രീതിയിലുള്ള അവകാശങ്ങൾ കൊടുത്തുകൂടെ? അതൊന്നും സർക്കാർ ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയും ഒക്കെ അവരുടെ ആ കടുംപിടുത്തത്തിൽ നയഞ്ഞത് ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛന്മാരും ബഹുമാനപ്പെട്ട ബിഷപ്പുമാരും എല്ലാം ശക്തമായ രീതിയിൽ പ്രതികരിച്ചപ്പോഴാണ്. അവിടെയാണ് നിങ്ങൾ ക്രൈസ്തവ സഭയുടെയും ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും ബഹുമാനപ്പെട്ട ബിഷപ്പുമാരുടെയും എല്ലാം നിലപാടും ആർജവും മനസ്സിലാക്കേണ്ടത്. ഒരു ബിഷപ്പും ഒരു വൈദികനും ഇന്നേ വരെ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ നീതി നടപ്പാക്കി കൊടുക്കാവൂ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാവരോടും വെല്ലുവിളിക്കുകയാണ്, ഇന്നേ വരെ അങ്ങനെ ഒരു പ്രസ്താവന ഒരു ബിഷപ്പോ ഒരു വൈദികനോ പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന്. ഇവിടെ ബിഷപ്പുമാരും അച്ഛന്മാരും എല്ലാം നീതി വേണ്ട എല്ലാ അധ്യാപകർക്കും വേണ്ടിയാണ് പോരാടുന്നത്. അതിൽ ക്രൈസ്തവനുണ്ട്, ഇസ്ലാമുണ്ട്, ഹിന്ദു ഉണ്ട്, എല്ലാ വിഭാഗക്കാരും ഉണ്ട്. എല്ലാവർക്കും വേണ്ടിയാണ് പോരാടുന്നത്. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ ഇതിൽ നിന്നെല്ലാം മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഓർത്ത് നോക്കുക, പണ്ട് നമ്മൾ പഠിക്കുന്ന ഒരു കഥയുണ്ട്. പൊതിച്ചോറ് മോഷ്ടിക്കുന്ന വിദ്യാർത്ഥിയുടെ പൊതിച്ചോറ് മോഷ്ടിക്കുന്ന അധ്യാപകൻ്റെ ഒരു കഥ നമ്മൾ മലയാളം സെക്കൻഡിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുകയുണ്ടായി. സമാന സാഹചര്യത്തിലാണ് ഇന്ന് അധ്യാപകന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ വിദ്യാർത്ഥിയുടെ പൊതിച്ചോറ് മോഷ്ടിക്കുന്നില്ലെന്നേ ഉള്ളൂ, മനുഷ്യൻ്റെ എല്ലാ വിധത്തിലുള്ള ഊർജ്ജങ്ങളും എല്ലാം ഇവിടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ 2 സഹോദരങ്ങൾ ഈ പേരിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടു. താമരശ്ശേരിയിലെ അലീന ടീച്ചർ മരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ വകുപ്പ് ടീച്ചർക്ക് കൊടുക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു. ഇവിടെ പല അധ്യാപകരും ചിന്തിക്കുകയാണ്, ഞാൻ ആത്മഹത്യ ചെയ്താലോ,
ആത്മഹത്യ ചെയ്താൽ എൻ്റെ കുടുംബമെങ്കിലും രക്ഷപ്പെടുമല്ലോ, എനിക്ക് കിട്ടാനുള്ള എൻ്റെ അവകാശങ്ങൾ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് കിട്ടുമല്ലോ എന്ന് പല അധ്യാപകരും ചിന്തിച്ചു കഴിഞ്ഞു. ഒന്ന് ഓർത്തു നോക്കുക, പവിത്രമായ മാതാപിതാ ഗുരുദേവ് എന്നാണ്. ഇന്നത് മാറി മാതാപിതാ ഗൂഗിൾ ദേവ് എന്നാക്കി. ഗുരു എന്നുള്ളത് ഇന്ന് റീപ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ നമ്മളെ കാത്തു പരിപാലിക്കേണ്ട ഭരണാധികാരികൾ പോലും നമുക്ക് പ്രതികൂലമായ ആക്ഷൻസും മറ്റും എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ദൈവത്തിൻ്റെ സ്വന്തം കൺട്രി എന്നുള്ള ആ ലേബൽ തന്നെ എടുത്തു മാറ്റി ചെകുത്താൻ്റെ സ്വന്തം രാജ്യത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയല്ലേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു പോവുകയാണ്. തീർച്ചയായും നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ റോയിഷനിലേക്ക് വരികയാണെന്ന് വെച്ചാൽ ഈ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ ഭരിക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് മാംസമാണോ അതോ കരിങ്കല്ലാണോ എന്ന് തോന്നിപ്പോവുകയാണ്. അച്ഛൻ കൺക്ലൂഡ് ചെയ്യും. ഇവിടെ നമ്മുടെ ടീച്ചറിൻ്റെ പേരായിരുന്നു പാല സാഗര ടീച്ചർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത് വിദ്യാഭ്യാസ മന്ത്രിക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ, സർക്കാരിന് മനസ്സിലാകാഞ്ഞിട്ടാണോ ഈ ഒരു അവസ്ഥ? ഇത്രയും 16,000-ഓളം അധ്യാപകർ ജീവിക്കാൻ വേണ്ടി ഈ പൊതുസമൂഹത്തിന് ഇതുപോലെ പൊതുസമൂഹ നിർമ്മിതിക്ക്, രാഷ്ട്ര നിർമ്മിതിക്ക് ഇതുപോലെ ജീവിതം സമർപ്പിച്ച് സേവനം ചെയ്തിട്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം കൊടുക്കാതിരിക്കുന്നതിൻ്റെ വിഷമം പറയുമ്പോൾ അത് മനസ്സിലാകാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ടീച്ചറെ, സാറിൻ്റെയും വിഷമം അവർക്കിത് മനസ്സിലാകാത്തതെന്നാണ്. മനസ്സിലാകാഞ്ഞിട്ടല്ല, മനസ്സില്ലാഞ്ഞിട്ടാണ്. ഈ സർക്കാരിന് മനസ്സില്ലാഞ്ഞിട്ടാണ് ഈ അധ്യാപകരോട് ഈ അനീതി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ഒരു ദിവസം കൂടി തുടരാം എന്നതിനെ പറ്റിയാണ് വിദ്യാഭ്യാസ മന്ത്രി ഗവേഷണം നടത്തുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ കേരളത്തിൻ്റെ പൊതുസമൂഹമാണ് ഉണരേണ്ടത്. ഇവിടെ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇതൊരിക്കലും ഒരു ജാതിമത വിഷയമല്ല. ഇത് കേരളത്തിൻ്റെ സമൂഹ നിർമ്മിതിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന അധ്യാപകരുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അത് കേരളത്തിൻ്റെ സംസ്കൃതമായ ഒരു പുനർനിർമ്മിതിയുടെ ബലിദാനമായിട്ടാണ് ഈ അധ്യാപകർ അവരുടെ ജീവിതം സമർപ്പിക്കുന്നത്. ഈ കേരളം അവരുടെ മുമ്പിൽ ശിരസ് നമിച്ച് ആദരിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അവരെ പുറംകാലുകൊണ്ട് ചവിട്ടി സമൂഹത്തിൻ്റെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയാം. ഇവരുടെ ആവശ്യങ്ങൾക്കിവിടെ പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും കൊടുക്കേണ്ടതില്ല എന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രിയും ഈ മുഖ്യമന്ത്രിയും ഈ മിനിസ്ട്രിയും തീരുമാനിക്കുകയാണെങ്കിൽ ഈ കേരള സമൂഹം ഇനി പ്രതികരിക്കാതിരിക്കില്ല. ഈ കേരള സമൂഹം ഉണരും, ഈ അവകാശത്തിന് വേണ്ടി ധീരമായി നിലകൊള്ളും. അതിന് കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും ഉണ്ടാവില്ല. ഇത് ഈ സമൂഹ നിർമ്മിതിക്ക് വേണ്ടിയാണ്. ഇവിടെ അഭ്യസ്ത വിദ്യരുണ്ടാകേണ്ട, ആഭാസർ ഇവിടെ ഉണ്ടായാൽ മതി എന്ന് ഏതെങ്കിലും ഒരു ഭരണകൂടം തീരുമാനിച്ച് അതിനനുസരിച്ച് ഈ വിദ്യാഭ്യാസ സിസ്റ്റത്തെ തന്നെ തകർത്ത് തരിപ്പണമാക്കി, വിലയിരുത്തൽ തകർത്ത് തരിപ്പണമാക്കി, പരീക്ഷാ സമ്പ്രദായം നിശേഷം വിലയില്ലാതെയാക്കി മാറ്റി, അങ്ങനെ വെറും മുഷ്ടി ചുരുട്ടാനും മുദ്രാവാക്യം വിളിക്കാനും ഏറ്റുപറയാനും മാത്രമുള്ള ഒരു തലമുറയെ ഇവിടെ വിദ്യാലയങ്ങളിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പണിയെടുക്കുന്നതെന്ന് ജാള്യതയില്ലാതെ വിളിച്ചു പറയുന്ന ഒരു സമ്പ്രദായത്തെ ഇനി ഈ കേരള സമൂഹം വെച്ചുകൊണ്ടിരിക്കില്ല. അതുകൊണ്ട് ഇതിന് വളരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണം സർക്കാരിൽ നിന്ന് വേണം. നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല എന്ന് ഞങ്ങൾക്കറിയാം, മനസ്സില്ലാഞ്ഞിട്ടാണ് നിങ്ങളിത് ചെയ്യാത്തത്. ഇവിടെ മൂലയിലച്ചൻ ചോദിച്ചു എന്ത് ചർച്ചയ്ക്കാണ് ഇനി പ്രസക്തിയുള്ളത്. ദീപിക പത്രത്തിൽ അഭിനന്ദ കല്ലറങ്ങാട് പിതാവ് എഴുതിയ ലേഖനം ഇവരൊന്ന് വായിച്ചാൽ മതി. പിതാക്കന്മാരോട് വലിയ അസ്വസ്ഥതയും അസഹിഷ്ണുതയും ഒക്കെയാണല്ലോ അവർ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന കാര്യത്തിലെ നീതിയും നേരും അവരുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ ഇതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. 2-3 കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് പത്രത്തിൽ ചോദിച്ചിരിക്കുന്നത്. അത് പിന്നെ മൂലയിലച്ചനെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ ഭിന്നശേഷിയുള്ള ഭിന്നശേഷി സീറ്റുകളുടെ എണ്ണം വെളിപ്പെടുത്താതെ ഇരിക്കുന്നു എന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ വെളിപ്പെടുത്താതിരിക്കുന്ന വിദ്യാലയങ്ങളുടെ പേര് വെളിപ്പെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി. നമ്പർ 1 അതല്ലേ അച്ഛൻ ചോദിച്ചത്, അതാണ് പിതാവ് ചോദിച്ചത്. ഈ പേര് വെളിപ്പെടുത്തുക. ഏത് ക്രൈസ്തവ സ്കൂളുകളാണ് ഈ ഭിന്നശേഷി സീറ്റുകൾ മൂടി വെച്ചിരിക്കുന്നത്, അങ്ങനെ മൂടി വെച്ച് അനധികൃതമായി നിയമനം നടത്താൻ പരിശ്രമിക്കുന്നത്, ഭിന്നശേഷിയോട് സൗഹൃദമില്ലാതെ പെരുമാറുന്നത് ആരാണ് എന്ന് വെളിപ്പെടുത്തുക സർക്കാർ. ഇനി അതുകൂടാതെ ഈ മുഴുവൻ സീറ്റുകളിലും ഈ പറയുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഈ നിയമനം പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ പറയുന്ന അസ്ഥിരരായിട്ടുള്ള അധ്യാപകർ സ്ഥിരത നൽകുകയുള്ളൂ എന്നുള്ള പിടിവാശി അത് ദുർവാശിയാണ്. അതിൽ നീതിയില്ല എന്ന് സർക്കാർ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ആവശ്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമായി പരിഗണിച്ച് ഏറ്റവും സത്വരമായൊരു നടപടി ജനാധിപത്യ മൂല്യങ്ങൾക്കനുസരിച്ച് സമൂഹത്തോട് സർക്കാർ പ്രകടിപ്പിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞപ്പോൾ
2-3 അനുഭവങ്ങൾ പറഞ്ഞു. എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാൻ വിട്ടുപോയി. അത് ഞാൻ നിങ്ങളോട് ഒരു 2 മിനിറ്റിൽ ഞാൻ പറഞ്ഞോളാം. ഞാൻ പാലായിലൊരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ട് അതിന് ഡെയിലി വേജ് കിട്ടാൻ വേണ്ടി പാല ഓഫീസിൽ കയറിയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ആ കോമ്പൗണ്ടിൻ്റെ വെളിയിൽ ഒരു പിച്ചക്കാരൻ അയാൾ ഭിക്ഷ യാചിക്കുന്നുണ്ട്. അപ്പോൾ ഭിക്ഷ 1 രൂപ 2 രൂപ തൊട്ടൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തൊട്ടിട്ട് പോയവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വന്നു. ഞാനാണെങ്കിൽ അധ്വാനിച്ച പൈസ കിട്ടാൻ വേണ്ടിയാണ് ഓഫീസിൽ കയറി ഇറങ്ങിയത്. എനിക്ക് കിട്ടിയില്ല. എൻ്റെ 5 പൈസയില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ അവൻ്റെ ചിലവിലാണ് ഞാൻ വരുന്നത്. എന്നോട് ചോദിച്ചു വല്ലതും തരാമോ? ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. എന്നെ ശപിക്കുകയാണ്. അപ്പോൾ ഞാൻ ദൈവമേ, വഴിയെ പോകുന്ന ആ മനുഷ്യൻ്റെ ആ സഹോദരൻ്റെ കൂടെ ശാപം, എൻ്റെ ഈ 10 പൈസ ഇല്ലാഞ്ഞിട്ട് ഞാൻ ഏറ്റു വാങ്ങിയല്ലോ എന്ന് ഞാൻ ആലോചിച്ച് പോയി. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നീ ഒരു അധ്യാപകനായതുകൊണ്ടാണ് നീ വഴിയെ പോയ ഒരു പരിചയമില്ലാത്ത ആളുടെ ശാപം ഏറ്റുവാങ്ങിയത്. മറിച്ച് നിൻ്റെ കൂടെ സമാന പ്രായമുള്ള ആൾക്കാരെ പോലെ വലിയ MBAയോ അല്ല വല്ല IT പ്രൊഫഷണൽ ആയിരുന്നെങ്കിൽ നിനക്കൊരു ചെക്ക് തന്നെ എഴുതി കൊടുക്കായിരുന്നു എന്ന് അവൻ പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ ഓർത്ത് പോവുകയാണ്, അധ്യാപകൻ്റെ ഒരു ദുരവസ്ഥയെക്കുറിച്ച് ഞാൻ ആലോചിച്ച് പോവുകയാണ്. നമ്മളെല്ലാവരും സമാന ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രതിഷേധം, നമുക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിൻ്റെ രൂപത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രതിഷേധം ഉണ്ടാകണമെന്ന് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാണ്. തീർച്ചയായിട്ടും ഈ അധ്യാപകരുടെ കണ്ണീര് വീഴ്ത്തിയ സർക്കാരെ, ഭരണകൂടമേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഈ കണ്ണീര് നിങ്ങളുടെ നാശത്തിൻ്റെ തുടക്കമാണ്. ഈ കണ്ണീരിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഈ കണ്ണീര് തീയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വരുന്ന തെരഞ്ഞെടുപ്പുകൾ തീർച്ചയായിട്ടും ഇത് പ്രതിഫലിക്കും. അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ ഒരു വിഷയത്തിന് പരിഹാരം കാണുവാൻ സർക്കാരിന് സാധിക്കട്ടെ. മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ആദരിക്കാൻ പണമുണ്ട്, ഒപ്പം തന്നെ വാർഷിക ആഘോഷങ്ങൾ, സർക്കാരിൻ്റെ വാർഷിക ആഘോഷ പരിപാടികൾ നടത്താൻ പണമുണ്ട്, എല്ലാത്തിനും പണമുണ്ട്. പക്ഷേ ഈ കണ്ണീരിന് പരിഹാരം കാണാൻ മാത്രം പണമില്ല എന്ന് പറയുന്നത് അതത്ര, ആ വാദഗതി അത്ര ദഹിക്കത്തില്ല എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത പ്രിയപ്പെട്ട അധ്യാപകർക്ക് നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ ഫാദർ റോയ് കടഞ്ചിറ CMI, ബിപിൻ സാർ, ഒപ്പം തന്നെ ടോം സാർ, ഒപ്പം നേരത്തെ പങ്കെടുത്ത മോൻസ് ജോസഫ് MLA, 3 പേർക്കും നന്ദി.